അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾക്ക് പരസ്പരം കണ്ടുമുട്ടാൻ ഒരു ഭാഗ്യമുണ്ടായിരിക്കുകയാണ്. അള്ളാഹു ഇതേപോലെ സ്വർഗത്തിൻ്റെ ആരാമത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നിവിടെ പ്രഭാഷണം നടത്തേണ്ട അബൂ റബീ ഉസ്താദിൻ്റെ ഏതോ ഒരു ബന്ധു മരണപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിനീതൻ ഈ സദസ്സിലേക്ക് വന്നിട്ടുള്ളത്. കുറേ നാളത്തെ പ്രോഗ്രാമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു ദിവസം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അപ്പോൾ നമ്മുടെ ഇർഷാദ് അലി വാഫി എന്ന വളരെ അടുത്തൊരു കൂട്ടുകാരൻ വിളിച്ചു പറഞ്ഞു, എന്തായാലും വരണം, നമ്മുടെ ചെറുവാഞ്ചേരി ഇസ്മായിൽ സാഹിബ് വിളിച്ചതാണ്, അപ്പോൾ നിർബന്ധമായിട്ട് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ്, അദ്ദേഹത്തെ പറ്റി ഞാൻ മുന്നേ കേട്ടിരുന്നു. ഈ ദീനി ദഅവി പ്രവർത്തനങ്ങളിലൊക്കെ ഉസ്താദുമാരായിട്ടൊക്കെ അഭേദ്യമായ ബന്ധം പുലർത്തിയിട്ട് വിജ്ഞാനത്തിൻ്റെ ഒരു പ്രബോധന മേഖല വളരെ കൃത്യമായിട്ട് ആളുകൾക്ക് ദീനെത്തിച്ചു കൊടുക്കുന്നതിൻ്റെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന വളരെ നല്ല ഒരു മനുഷ്യൻ. അള്ളാഹു അവരുടെ മൈശത്തിലും ജീവിതത്തിലൊക്കെ ബർക്കത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അദ്ദേഹവുമായിട്ടൊരു പരിചയം ഉണ്ടാകാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ്, മുന്നേ ഞാൻ കേട്ടിരുന്നു, ഇപ്പം നേരിൽ കാണാൻ പറ്റി. അള്ളാഹു ഈ ബന്ധം നിലർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സദസ്സിലേക്ക് എന്നെപ്പോലെയുള്ള ഈ പ്രഭാഷണ രംഗത്തൊക്കെ പുതുതായിട്ട് വന്ന ആളുകളോട് കാണിക്കുന്ന ഈ സ്നേഹവും അടുപ്പമൊക്കെ അള്ളാഹു നിലനിർത്തട്ടെ. അതുപോലെ ഈ സദസ്സിന് ഇവിടെ ഓടി നടന്ന എൻ്റെ പ്രിയപ്പെട്ട സംഘാടക സമിതിയിലെ സുഹൃത്തുക്കൾ, അസീസ് അടക്കമുള്ള ഫൈസൽ അടക്കമുള്ള സഹോദരങ്ങൾ, എല്ലാവർക്കും അള്ളാഹു ബർക്കത്തും അതുപോലെ സിഹത്തും സലാമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാർ, ഗുരുനാഥന്മാർ പലരും മാറാടി മണ്ണിൻ്റെ ചുവട്ടിലാണ്. അവരുടെയൊക്കെ ഖബറിടം അള്ളാഹു സ്വർഗത്തിൻ്റെ ആരാമമാക്കി കൊടുക്കട്ടെ. അള്ളാഹു നമ്മളെയും വളരെ നല്ല രീതിയിൽ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. സ്വർഗം തേടി ഒരു യാത്ര എന്ന വിഷയമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നല്ലതുപോലെ ഈ ചർച്ച പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂസ ഇബ്നു സുലൈമാനുൽ ഹാഷിമി എന്ന ഒരു ചെറുപ്പക്കാരൻ ജോർദാനിലെ വലിയ കോടീശ്വരനാണ്. 33 ദശലക്ഷം ദിർഹംസ് ഒരു വർഷം വരുമാനമുള്ള ഒരു കോടീശ്വരനായ ഒരു ചെറുപ്പക്കാരൻ. പക്ഷേ ഇസ്ലാമുമായിട്ട് ഒരു ബന്ധവുമില്ല, അള്ളാഹുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തൻ്റെ പരിചാരകരോടൊത്തുകൊണ്ട്, നർത്തകിമാരോടൊത്തുകൊണ്ട് പാട്ടുപാടി കള്ളുകുടിച്ചുകൊണ്ട് തോന്നിവാസം ചെയ്ത് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ, 35 വയസ്സുള്ള വലിയ പണക്കാരനാണ്. പക്ഷെ അള്ളാഹുമായിട്ടൊരു ബന്ധവുമില്ല. ജോർദാനിലെ തന്റെ മനോഹരമായ കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ വെച്ചുകൊണ്ട് നർത്തകിമാരോടൊത്ത് നൃത്തം ചെയ്ത് അപാസകരമായ സംഗീതത്തിന്റെ പിന്നാലെ പോയി അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഒരു ദിവസം അദ്ദേഹം തന്റെ വീടിന്റെ മട്ടുപ്പാവിലിരിക്കുമ്പോൾ മനോഹരമായ ഒരു ഖുർആനിന്റെ വാക്യം കേൾക്കുകയാണ്. തൊട്ടടുത്ത ഏതോ ഒരു ചെറുപ്പക്കാരൻ നിസ്കരിക്കുകയാണ്. അപ്പൊ സൂറത്ത് ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ്യ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു സുബ്ഹാനഹു വ തആല എമ്പാടും പണം കൊടുത്ത് അനുഗ്രഹിച്ച, ഒരുപാട് പൈസയും അതുപോലെ ഭൗതികമായ സംവിധാനങ്ങളും അല്ലാഹു കൊടുത്ത മൂസ ഇബ്നു സുലൈമാനുൽ ഹാഷിമി എന്ന ചെറുപ്പക്കാരൻ ഈ പരിശുദ്ധമായ വാക്യം കേട്ടപ്പോ അത്ഭുതത്തോടെ പരിചാരകരോട് പറഞ്ഞു, ആ മനുഷ്യനൊന്ന് കൊണ്ടുവരും. ഞാൻ ഇന്നേവരെ ഇങ്ങനത്തെ ഒരു പാട്ട് കേട്ടില്ലല്ലോ, ഖുർആനെ പറ്റി അറിയില്ല, അള്ളാഹുവിന്റെ ദീനിനെ പറ്റി അറിയില്ല, ഒന്നും അറിയില്ല. ഇന്നേവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ഖുർആനിന്റെ വാക്യം കേട്ടില്ലല്ലോ, ഒരു പാട്ട് ഇങ്ങനത്തെ ഞാൻ കേട്ടില്ലല്ലോ. ആരാണിത് പാടുന്നത്? ഒന്ന് പാടിത്തരാൻ അയാൾ എന്റെ അടുത്തേക്ക് കൊണ്ടുവരൂ എന്ന് പരിചാരകരോട് പറഞ്ഞു. മൂസ ഇബ്നു സുലൈമാനുൽ ഹാഷിമി എന്ന കള്ളുകുടിയനായ കോടീശ്വരൻ. പരിചാരകൻ ഓടിപ്പോയി നോക്കുമ്പോൾ ഒരു സാധുവായ ചെറുപ്പക്കാരൻ നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞപ്പോ അവനോട് പറഞ്ഞു, നിങ്ങളെ രാജാവ് വിളിക്കുന്നുണ്ട്, നമ്മുടെ സുലൈമാനുൽ ഹാഷിമി വിളിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ സന്നിധിയിലേക്ക്, പെട്ടെന്ന് തന്നെ വരാൻ പറഞ്ഞു. അദ്ദേഹം ഓടി
കോടീശ്വരന്റെ അടുത്ത് വന്നുകൊണ്ട് പറഞ്ഞു, മഹാരാജ എന്തേ അങ്ങനെ വിളിച്ചത്? മോനെ, നീ ഓതിയ ആ പരിശുദ്ധമായ പാട്ടൊന്ന് പാടിക്കേ. ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു പാട്ട് ഞാൻ കേട്ടില്ല, ഇങ്ങനത്തെ ഒരു പാട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടില്ല, ഒന്ന് പാടുമോ എന്ന്. ആ നേരത്തെ ചെറുപ്പക്കാരൻ പറഞ്ഞു, രാജാവേ, ഇത് പാട്ടല്ല, ഇതെന്തെങ്കിലും ഭൗതികമായ മ്യൂസിക്കിന്റെ അകമ്പടിയല്ല, അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിന്റെ കലാമാണ് രാജാ. അല്ലാഹുവിന്റെ കലാമോ? ഞാനത് കേട്ടില്ലല്ലോ, ആരും എനിക്കത് പാടിത്തന്നില്ലല്ലോ. ഒരുപാട് നർത്തകിമാര്, പാട്ടുകാര്, പുരുഷന്മാരോടും എന്റെ കൊട്ടാരത്തിൽ വന്നിട്ടുണ്ട്, ഒരുപാട് സംഗീതജ്ഞന്മാർ, ആരും എനിക്കത് പാടിത്തന്നില്ല. ഒന്ന് പാടിത്തരോ, ഒന്ന് ഓതിത്തരോ, ആ വിശുദ്ധ കലാമെന്ന് കേൾക്കട്ടെ എന്ന് മൂസ ഇബ്നു സുലൈമാനുൽ ഹാഷിമി എന്ന ചെറുപ്പക്കാരനോട്, ഈ സഹോദരനോട് പറഞ്ഞ സന്ദർഭത്തിൽ അവൻ ഓതുകയാണ്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, ആത്മശാന്തി പൂണ്ട ശരീരമേ, ആത്മാവേ, മടങ്ങിക്കോളോ ഇലാ റബ്ബിക്, നിന്റെ രക്ഷിതാവിന്റെ ചാരത്തേക്ക് മടങ്ങിക്കോളൂ, കടന്നു വന്നോളൂ, വന്നോളൂ സന്തോഷത്തോടെ. അല്ലാഹു നിന്നെ തൃപ്തിപ്പെട്ടിരിക്കുകയാണ്, നിനക്ക് അല്ലാഹുവിനെയും തൃപ്തിയാണ്. പരസ്പരം തൃപ്തി, പരസ്പരം സ്നേഹം, സന്തോഷത്തോടെ അല്ലാഹുവിലേക്ക് കടന്നു വരൂ മോനെ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമിന്റെ ആശയം വരുന്ന ആ പരിശുദ്ധമായ സൂറത്ത് ഓതി കേൾപ്പിച്ചപ്പോ സുലൈമാനുൽ ഹാഷിമി എന്ന കള്ളുകൂടി അവൻ പൊട്ടി കരയുകയാണ്. അല്ലാഹുവേ, ഇന്നേ വരെ ആരും എനിക്കിത് പാടിത്തന്നില്ലല്ലോ, ആരും എനിക്കിത് കേൾപ്പിച്ചു തന്നില്ലല്ലോ, ഇത്ര മനോഹരം, എത്ര സുന്ദരം, ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. ഇതെന്താണ്, എന്ത് മനോഹരമാണെന്ന് പറയണേ, കുറച്ചുകൂടി ഓതിത്തരൂ. ഇബ്നു സുലൈമാനുൽ ഹാഷിമി എന്ന കോടീശ്വരനായ ചെറുപ്പക്കാരന് ഈ സഹോദരനോട് എമ്പാടും നേരം വിശുദ്ധ ഖുർആൻ ഓതി കേൾപ്പിക്കുകയാണ്. കരയാൻ തുടങ്ങി. മഹാനായ മുഹമ്മദ് ബിൻ സമ്മാഖ് റഹിമഹുള്ള, മഹാനായ വലിയായ മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന കാലമാണിത്. ഓടി മഹാനുഭാവന്റെ അടുത്തേക്ക് ഓടിപ്പോയിട്ട് പറഞ്ഞു, എനിക്ക് നന്നാവണം, എനിക്ക് നന്മയിലേക്ക് വരണം, ഞാൻ ആദ്യമായിട്ടാണ് പരിശുദ്ധമായി ഈ കലാമ് ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേട്ടത് എന്ന് മൂസ ഇബ്നു സുലൈമാനുൽ ഹാഷിമി എന്ന ചെറുപ്പക്കാരൻ, ആദ്യമായിട്ടാണ് ഞാനിത് കേട്ടത്. ഒരുപാട് പാട്ട് ഞാൻ പാടിയിട്ടുണ്ട്, ഒരുപാട് നർത്തകിമാരോടൊത്തുകൊണ്ട് ഡാൻസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ ഒരു പാട്ട്, ഇങ്ങനത്തെ ഒരു സാധനം ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്റെ മനസ്സിൽ ഭയങ്കര ഇഷ്ടമായി പോയി. മുഹമ്മദ് എന്നവരെ ഒന്ന് പറഞ്ഞു തരീൻ, ഞാൻ എന്ത് ചെയ്യണം? അപ്പൊ പറഞ്ഞു, നിങ്ങൾ മക്കയിലേക്ക് പോകണം, പെട്ടെന്ന് തന്നെ ജോർദാനിൽ നിന്ന് മക്കയിലേക്ക് പോകാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ പോയിട്ട് പരിശുദ്ധമായ കഅബ ശരീഫിന്റെ ചാരത്ത് പോയി കില്ല പിടിച്ചുകൊണ്ട് പൊട്ടിക്കരഞ്ഞ് അല്ലാഹുവിനോട് തൗബ ചെയ്തേക്കണം. ഓടുകയാണ് മക്കയിലേക്ക് ഓടുകയാണ്. മക്കയുടെ ചാരത്തെത്തി കഅബ ശരീഫിന്റെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞ് ഒരുപാട് കാലം കരഞ്ഞു പോയിട്ടുണ്ട് മൂസ ഇബ്നു സുലൈമാനുൽ ഹാഷിമി എന്ന ചെറുപ്പക്കാരൻ. ഈ ചെറുപ്പക്കാരന്റെ ജീവിതത്തിൽ വിശുദ്ധ ഖുർആന്റെ ഒറ്റ വാക്യമാണ് മാറ്റമുണ്ടാക്കിയത്. 35 വയസ്സ് വരെ കള്ളുകുടിച്ച് അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരൻ ഒരു ഖുർആന്റെ വാക്യം കേട്ടപ്പോൾ കൽബിലേക്ക് ഈമാനിന്റെ ആവേശമാണ് കടന്നു വന്നിരിക്കുന്നത്. കഅബയോട് കില്ല പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി. കുറെ നാൾ കഴിഞ്ഞപ്പോ ഒരു ദിവസം മുഹമ്മദ് ഇബ്നു സമ്മാഖ് റഹിമഹുല്ല കഅബ ശരീഫിന്റെ ചാരത്തുകൂടെ നടന്നു നിസ്കരിക്കുന്ന നേരത്ത് ആരോ ഒരാള് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങുന്നത് കാണുകയാണ്. എന്റെ പാപമേ എന്ന് പറഞ്ഞുകൊണ്ട് കഅബ ശരീഫിന്റെ കില്ല പിടിച്ചുകൊണ്ട് കരയുന്ന ചെറുപ്പക്കാരനെ കണ്ടു മുഹമ്മദ് എന്നവർ അത്ഭുതപ്പെട്ടു നോക്കുകയാണ്. ആരാണിത്? അത്ഭുതത്തോടെ നോക്കുമ്പോ അതെ, കഴിഞ്ഞ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് എന്നെ വന്ന് കണ്ട ആ മൂസ ഇബ്നു സുലൈമാനുൽ ഹാഷിമി എന്ന ചെറുപ്പക്കാരനാണല്ലോ ഇത്. എന്തോ ഒരു ഭാഗ്യമാണ് അല്ലാഹു കൊടുത്തിരിക്കുന്നത്, എന്തോ ഒരു ഭാഗ്യമാണ്. മൂസ ഇബ്നു സുലൈമാനുൽ ഹാഷിമിയെ സംസാരിച്ചു. പിറ്റേന്ന് സുബ്ഹിയുടെ സമയം, പിറ്റേത്തെ ദിവസം സുബ്ഹി നേരത്ത് മഹാനായ മുഹമ്മദ് ഇബ്നു സമ്മാഖ് റഹിമഹുല്ലാഹ് അല്ലാഹുവിന്റെ ഹറമിൽ പോയി സുബ്ഹി നിസ്കാരത്തിന് വേണ്ടി ഹറമിൽ പോയി കൊണ്ട് നിൽക്കുകയാണ്. ആ നേരത്താണ് ഒരു ജനാസ വന്നത്. ഒരു ജനാസ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഗൾഫ് നാടുകളിലൊക്കെ നിസ്കാരത്തിന്റെ സമയമാകുമ്പോൾ ജനാസ വരാറുണ്ടല്ലോ ഹറമിലൊക്കെ. സുബ്ഹിന്റെ നേരത്തെ ഒരു ജനാസ വന്നു. മുഹമ്മദ് എന്നവർ ചോദിച്ചു, ആരുടേതാണ്? ജനാസത്തു റജുലിൻ മജ്ഹൂൽ. ആളുകൾ പറഞ്ഞു, ഇത് ആരുടെ ജനാസയാണെന്ന് അറിയില്ല, ഒരു ജനാസ വന്നിട്ടുണ്ട്, നിസ്കരിക്കാം. ആയിക്കോട്ടെ.
മുഹമ്മദ് എന്നവർ പറയുകയാണ്, ഇന്നേവരെ ഞാൻ ഹറമിൽ ഒരുപാട് ജനാസക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ട്, എമ്പാടും ജനാസക്ക് ഞാൻ മൗമൂം നിന്നിട്ടുണ്ട്, പിന്നാലെ നിസ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നേവരെ ഇത്ര ജനസംഖ്യ ഞാൻ കണ്ടില്ല. എമ്പാടും ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ. ആരുടേതാണിത്? ഹറം നിറയെ ആളുകൾ, അല്ലാഹുവേ, എമ്പാടും ജനം, ആരുടെ മയ്യത്താണിത്? ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല, ഏതോ ഒരു അജ്ഞാത മനുഷ്യന്റെ മയ്യത്താണല്ലോ ഇത്. ഖബറടക്കം കഴിഞ്ഞു. മുഹമ്മദ് എന്നവർക്ക് ഭയങ്കര ജിജ്ഞാസ, ആരുടേതാണെന്ന് അറിയണം, എന്തായാലും ഒന്ന് അറിയണം. അങ്ങനെ നാട്ടുകാരോടൊക്കെ ചോദിച്ചപ്പോ ആരോ പറഞ്ഞു, ഇന്ന സ്ഥലത്തൊരു കൊച്ചു കുടിലാണ് താമസിക്കുന്നത്, കുറെ നാളായി മക്കയിലാണ്. പോയി നോക്കി ആ കുടിലേക്ക് ചെന്നപ്പോ പരിസരത്ത് ഒരുപാട് ആളുകളുണ്ട്. അവര് പറഞ്ഞു കുറെ നാളുകൾക്ക് മുമ്പ് മൂസ ഇബ്നു സുലൈമാനുൽ ഹാഷിമി എന്നൊരു ചെറുപ്പക്കാരന് മക്കയുടെ ചാരത്തേക്ക് വന്നപ്പോ ഞങ്ങളുടെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത്. ഇന്ന് ആ ചെറുപ്പക്കാരന്റെ ജനാസയാണ് അല്ലാഹുവിന്റെ ഇരു ഹറമുകളിൽ പോയി എമ്പാടും തൗബ ചെയ്ത ആ ചെറുപ്പക്കാരന്റെ ജനാസയാണെന്ന് ഹറമിൽ അടക്കം ചെയ്തത്. മുഹമ്മദ് ഇബ്നു ശമ്മാക്ക് കരയാൻ തുടങ്ങി, അല്ലാഹ് ദുനൂബി എന്ന് ഇന്നലെ പോലും കഅബ ശരീഫിന്റെ കില്ല പിടിച്ചുകൊണ്ട് കരഞ്ഞുപോയൊരു ചെറുപ്പക്കാരന് ഭാഗ്യമാണല്ലോ ഇത്. കള്ളുകുടിച്ച് നടന്ന ചെറുപ്പക്കാരൻ ഒരു ഖുർആനിന്റെ ആയത്ത് കേട്ടപ്പോ എല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അല്ലാഹുവിലേക്ക് യാത്ര പോയ മൂസ ഇബ്നു സുലൈമാനുൽ ഹാഷിമിക്ക് മാറ്റമുണ്ടായത് അല്ലാഹുവിന്റെ കലാമാണല്ലോ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികളോട് എമ്പാടും തവണ വിശദീകരിച്ചു കൊടുത്ത മഹത്തായ ഈ വിശുദ്ധമായ കലാം നമ്മൾക്കത് കേട്ടിട്ട് നമ്മുടെ ഖൽബിൽ ഈമാൻ വരുന്നുണ്ടോ? അത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്കും എന്തെങ്കിലും ചാഞ്ചാട്ടം വരുന്നുണ്ടോ? ഹർഷം പുളകിതമാകുന്നുണ്ടോ? മുഅ്മിനേ, അല്ലാഹു നമ്മൾക്ക് ബോധം തരട്ടെ. അല്ലാഹു നമ്മുടെ ഹൃദയാന്തർഭാഗത്തും മാറ്റത്തിന്റെ മാറ്റൊലി ഉണ്ടാകട്ടെ. ഒരൊറ്റ ഖുർആന്റെ ആയത്താണ്. മാലിക് ഇബ്നു ദീനാർ എന്ന മറ്റൊരു ചെറുപ്പക്കാരന്റെ കഥ. 30 വയസ്സുവരെ ഭയങ്കര കള്ളുകൂടിയനായിരുന്നു. 30 വയസ്സുവരെ. പിൽക്കാലത്ത് സയ്യിദു സാഹിദീൻ, ലോക പ്രശസ്തനായ സുഹദാക്കളുടെ, സാഹിദീങ്ങളുടെ, ഹുലിയാക്കളുടെ നേതാവായി 30 വയസ്സുവരെ കള്ളുകുടിക്കുന്ന ശീലം ഉള്ള ഒരു ചെറുപ്പക്കാരൻ. എങ്ങനെ അദ്ദേഹം മാറി? എങ്ങനെയാണ് മാലിക് എന്ന ചെറുപ്പക്കാരൻ മാറ്റത്തിലേക്ക് വന്നത്? അത്ഭുതപ്പെടുത്തുന്ന സംഭവം. അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയിൽ ഈ സംഭവം പറയുന്നുണ്ട്. തനി കുടിയനായിരുന്നു. ബനു അബ്ബാസി കാലഘട്ടത്തിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഭൂലോക കുടിയനാണ്, കള്ളുകുടിച്ച് തോന്നിവാസം ചെയ്ത് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. 30 വയസ്സ് വരെ. 30 വയസ്സ് വരെ. അദ്ദേഹത്തിന് ഒരു മോൾ ഉണ്ടായിരുന്നു, 1.5 വയസ്സുള്ള ഒരു മോൾ. ഭയങ്കര ഇഷ്ടമാണ് മോളോട്. പ്രിയപ്പെട്ട പൊന്നുമോൾ, 1.5 വയസ്സുള്ള മോളോട് ഭയങ്കര സ്നേഹവും കാര്യമാണ്. പക്ഷേ സ്ഥിരം കള്ളുകുടിയനാണ്, അള്ളയായിട്ട് ഒരു ബന്ധവുമില്ല, പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോ ഒരു ദിവസം തന്റെ സ്നേഹനിധിയായ പൊന്നുമോൾ അങ്ങ് മരിച്ചു പോവുകയാണ്. ആരായാലും സങ്കടം ഉണ്ടാവുമല്ലോ, അല്ലേ? ആ പ്രിയപ്പെട്ട പൊന്നുമോള് മരിച്ച ദിവസം ഈ ചെറുപ്പക്കാരൻ മാലിക് സാധാരണ കുടിക്കുന്നതിനെ ഡബിൾ കള്ളു കുടിച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാണ്. സാധാരണ കുടിക്കുന്നതിനെ ഡബിൾ കുടിച്ച് ടെൻഷനൊക്കെ ഒന്നുകൂടെ പോകാൻ വേണ്ടിയിട്ട് ഒരുപാട് മധ്യമകത്താക്കിയിട്ട് അദ്ദേഹം കിടന്നുറങ്ങുകയാണ്. അന്ന് രാത്രി ഭീകരമായ ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നമാണ് അദ്ദേഹത്തിന്റെ മാറ്റത്തിന്റെ മാറ്റൊലി ഉണ്ടാക്കിയത് കൽബിൽ. അദ്ദേഹം തന്നെ തന്റെ ഓട്ടോബയോഗ്രഫിയിൽ, യൂട്യൂബിൽ ഇംഗ്ലീഷും അറബിയൊക്കെ അറിയുന്നവർക്ക് മുഹമ്മദ് അരീഫിയുടെയും മറ്റുമൊക്കെ പ്രസംഗങ്ങൾ എടുത്തു നോക്കിയാൽ വളരെ കൃത്യമായിട്ട് അതൊക്കെ കേൾക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ഒരുപാട് ബുക്ക് PDF അവൈലബിൾ ആണ്. ഇതെന്തെങ്കിലും കഥ പറയുകയല്ല. അദ്ദേഹം പറയാണ്, അന്ന് രാത്രി ഞാനൊരു ഭീകരമായ സ്വപ്നം കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ മരിച്ചെന്ന് ഞാനൊരു ഭീകരമായ സ്വപ്നം കാണുകയാണ്. ഭീകരമായൊരു സ്വപ്നം എന്തെന്നറിയുമോ? അല്ലാഹുവിന്റെ മഹ്ശറിന്റെ ലോകത്ത് ഞാൻ നിൽക്കുന്ന പോലെ, അല്ലാഹുവിന്റെ മഹ്ശറിന്റെ
ലോകത്ത് ഞാൻ നിൽക്കുന്ന പോലെ ഞാൻ സ്വപ്നം കാണുകയാണ്. ലോകത്തുള്ള സകലമായ മനുഷ്യന്മാരും എല്ലാ ജീവജാലങ്ങളും അല്ലാഹുവിന്റെ മുന്നിൽ വന്നുകൊണ്ട് കണക്ക് പറയേണ്ട ഈ പ്രഭാഷണം നടത്തുന്ന ഞാനാകട്ടെ, എന്റെ സദസ്സിലിരിക്കുന്ന ഇസ്മായിൽ സാഹിബാകട്ടെ, എല്ലാ മനുഷ്യന്മാരും അല്ലാഹുവിന്റെ കോടതിയിൽ വന്നുകൊണ്ട് സകലമായ കണക്കുകളും ബോധിപ്പിക്കേണ്ട ദിവസമുണ്ടല്ലോ. ആ അല്ലാഹുവിന്റെ മഹ്ശറയാകുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സമാധാനം, എല്ലാ സമാധാനങ്ങളും അസ്തമാനത്തിലേക്ക് പോകേണ്ടി വരുന്ന സമ്മേളനത്തില് ഞാനിങ്ങനെ നിൽക്കുന്ന പോലെ ഞാൻ കിനാവിൽ കാണുകയാണ്. മാത്രമല്ല, ഒരു ഭീകരമായ സർപ്പം എന്നെ ആക്രമിക്കാൻ വരിക. ഭീകരമായ സർപ്പം എന്റെ പിന്നാലെ ഓടുകയാണ്. വലിയൊരു ഭീകര സ്വരൂപിയായ സർപ്പം എന്റെ പിന്നാലെ വരികയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്നേവരെ ഇങ്ങനത്തെ ഒരു സർപ്പത്തെ ഞാൻ കണ്ടില്ലല്ലോ. ഇന്നേവരെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണാത്ത ഭീകര സ്വരൂപമായ ഒരു സർപ്പം എന്റെ പിന്നാലെ ഓടാൻ തുടങ്ങി. ആളുകൾ വിളിച്ചു പറഞ്ഞു, മാലിക്കേ ഓടിക്കോ, മാലിക്കേ. അല്ലാഹുവിന്റെ മഹ്ശറയുടെ ലോകത്ത് കൂടെ ഞാൻ ഓടാൻ തുടങ്ങി. ഓടിയോടി സുബ്ഹാനല്ലാഹ്, സർപ്പം എന്റെ പിന്നാലെ എന്റെ പിന്തുടരുകയാണ്. സർപ്പം എന്റെ പിന്നാലൊന്നും പോകുന്നില്ല. നരകത്തിന്റെ ചാരത്തേക്ക് ഞാൻ എത്തുകയാണ്. ഞാൻ ആ നേരത്തെ ആഗ്രഹിച്ചു പോയല്ല, ഈ കാണുന്ന നരകത്തിലേക്ക് ഞാനൊന്ന് ചാടി രക്ഷപ്പെട്ടാലോ, ഈ കാണുന്ന നരകത്തിലേക്ക് ഞാനൊന്ന് ചാടി രക്ഷപ്പെട്ടാലോ. ആ നേരത്താഴോ വിളിച്ചു പറഞ്ഞു, മാലിക്കേ, മാലിക്കേ. അതല്ലാഹുവിന്റെ നരകമാണ് മാലിക്കേ. ആ നരകത്തിലേക്ക് ചാടിയിട്ട് രക്ഷയില്ല. അല്ലാഹുവിന്റെ നരകമാണ് മാലിക്കേ. അങ്ങോട്ട് ചാടണ്ട, ഓടിക്കോ. ആ വിളിയാളം കേട്ട് ഞാൻ ഓടാൻ തുടങ്ങി. ഓടിയോടി, പക്ഷേ സർപ്പമെന്ന പിന്നാലെയുണ്ട്. സർപ്പമെന്നെ വിട്ടൊഴിയുന്നില്ല. ഓടിയോടി ഒരു മരത്തിന്റെ ചുവട്ടിൽ ഒരു വൃദ്ധനായ മനുഷ്യനെ ഞാൻ കണ്ടു. ആ മനുഷ്യനോട് ഞാൻ ചോദിക്കുകയാണ്, യാ ശൈഖീ, വൃദ്ധരായ മനുഷ്യരെ ഒന്ന് പറഞ്ഞു തരുമോ? എന്റെ പിന്നാലെ സർപ്പമോടുന്നത് കണ്ടില്ലേ? ആ സർപ്പത്തിന്റെ ആക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം ഒന്ന് പറഞ്ഞു തരുമോ ഉപ്പാ? വൃദ്ധനായ മനുഷ്യൻ പറയാണ്, ലിമനിൽ മുൽക്കു ഹാദൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹ്ഹാർ. മോനെ, ഈ ദിവസത്തിന്റെ ഉടമസ്ഥനാരെന്നറിയോ മോനെ? ലില്ലാഹിൽ വാഹിദിൽ ഖഹ്ഹാർ. മോനെ, അല്ലാഹുവല്ലാതെ രക്ഷപ്പെടുത്താൻ പറ്റാത്ത ഈ ദിവസത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റൂല മോനെ. അല്ലാഹുവിനല്ലാതെ ലിമനിൽ മുൽക്കു ഹാദൽ യൗം ലില്ലാഹിൽ വാഹിദിൽ ഖഹ്ഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ മറ്റൊരു മനുഷ്യനും റോളില്ല. മറ്റൊരു മനുഷ്യനും ഒന്നും ചെയ്യാൻ പറ്റാത്ത അല്ലാഹുവിന്റെ മഹ്ശറയുടെ ലോകമാണ് മോനെ. നിനക്കൊരു രക്ഷയുടെ മാർഗം പറഞ്ഞു തരാൻ എന്റെ കയ്യിലില്ല. തുറന്നുകൊണ്ട് പറയുന്നു, എന്റെ പിന്നാലെ ഭീകരമായ സർപ്പം വരുന്നത് കണ്ടില്ലേ? ഒന്ന് പറഞ്ഞു തരുമോ? ഒരു മാർഗമെന്ന് പറഞ്ഞു തരുമെന്ന് കെഞ്ചിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് വല്ലാതെ തളർച്ചയുടെ ഭാവത്തോടെ ചോദിച്ചപ്പോ വൃദ്ധനായ മനുഷ്യൻ പറയുന്നു, മോനെ, ആ കാണുന്ന ഭാഗത്തിലൂടെ ഓടിക്കോ. ഈ കാണുന്ന വഴിയമ്പലങ്ങളിലൂടെ ഓടിക്കോ. ഓടിയാൽ മനോഹരമായ ഒരു പൂന്തോപ്പിലെത്താം. ആ പൂന്തോട്ടത്തിന്റെ നടുത്തളത്തിൽ സുന്ദരമായ ഒരു കൊട്ടാരം അവിടെ നിനക്ക് ദർശിക്കാൻ പറ്റും. ആ കൊട്ടാരത്തിൽ അല്ലാഹു നിനക്കൊരു സമ്പത്ത് കാത്തുവെച്ചിട്ടുണ്ട്. അങ്ങോട്ട് ഓടിക്കോ എന്ന് വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു.
വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞു, ആ കാണുന്ന വഴിയിലൂടെ ഓടിയാൽ മനോഹരമായ കൊട്ടാരത്തിലേക്ക് അവിടെ അല്ലാഹു നിനക്കൊരു സമ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ വൃദ്ധനായ മനുഷ്യൻ പറഞ്ഞത് കേട്ടുകൊണ്ട് ഞാൻ ഓടാൻ തുടങ്ങി. ഓടി ഓടി മനോഹരമായൊരു പൂന്തോട്ടത്തിന്റെ നടപ്പിലെത്തിയപ്പോ ഇന്നേവരെ എന്റെ കണ്ണുകൊണ്ട് കാണാത്ത സുന്ദരമായൊരു കൊട്ടാരത്തിന്റെ മുറ്റത്തേക്കാ കടന്നു ചെന്നത്. അല്ലാഹുവിന്റെ ദുനിയാവിൽ ഒരുപാട് നാൾ കള്ളുകുടിച്ച് തോന്നിവാസം ചെയ്തുകൊണ്ട് വൃത്തികേട് നടത്തിയ ഒരു ചെറുപ്പക്കാരനായ മാലിക്കാണ് പറയുന്നത്, ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു കൊട്ടാരം ഞാൻ കണ്ടില്ല. ഇത്ര മനോഹരമായ സുന്ദരമായ കൊട്ടാരത്തിന്റെ ചാരത്തേക്ക് ചെല്ലുമ്പോ അൽഹംദുലില്ലാഹ് ഒരുപാട് കുഞ്ഞുമക്കൾ അതിന്റെ ചാരത്ത് കളിക്കുകയാണ്. ഒരുപാട് കുഞ്ഞുമക്കളാ മുറ്റത്ത് കളിക്കുമ്പോ ഒരു പൊന്നുമോ ഓടി വന്നുകൊണ്ട് ഈ മാലിക്കിന്റെ താടി പിടിക്കുകയാണ്. ഒരുപാട് മക്കളുള്ളതിന്റെ കൂട്ടത്തിൽ ഒരു പൊന്നുമോ ഓടി വന്നുകൊണ്ട് വാപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് മാലിക് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ താടിക്ക് പിടിക്കുകയാണ്. താടി പിടിച്ചുകൊണ്ട് പറയുന്നു, യാ അബതാ ഉപ്പാ, യാ അബതാ വാപ്പാ, അല്ലാഹുവിനെ പേടിക്കണേ ബാപ്പാ. കള്ളു കുടിച്ചുകൊണ്ട് തോന്നിവാസം ചെയ്തുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത മാർഗത്തിലൂടെ ജീവിക്കല്ലേ ബാപ്പാ. അല്ലാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് തോന്നിവാസം ചെയ്തുകൊണ്ട് നടക്കല്ലേ ബാപ്പാ. വാപ്പാ, എന്തിനാണ് ഈ പൊന്നുമോൾക്ക് അല്ലാഹുവിന്റെ മഹ്ശറിൽ ആനന്ദമാണ്, സന്തോഷമാണ്, സമാധാനമാണ്, ശാന്തിയാണ്. മാലിക്കുന്നവർ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണല്ലോ, ഇന്ന് രാവിലെ മരിച്ചുപോയ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോ. ആ പൊന്നുമോളാ പാടി പിടിച്ചുകൊണ്ട് വാപ്പാ ഇപ്പത്തില്ല വാപ്പാ. തോന്നിവാസം ചെയ്ത് നടന്നാൽ അല്ലാഹുവിന്റെ കോടതിയിൽ പരാജയമാണ് വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പൊന്നുമോളാണല്ലോ പറയുന്നത്. അല്ലാഹുവേ, ഒരുപാട് സ്നേഹിച്ചു പോയ, ഒരുപാട് ഇഷ്ടപ്പെട്ടു പോയ എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ താടി പിടിച്ചുകൊണ്ട് ഒരായത്ത് കൂടെ ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅനി ലില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. അലം യഅനി ലില്ലദീന ആമനൂ അൻ യഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. റബ്ബേ, എന്തോരായത്താണ് എന്റെ പൊന്നുമോൾ തന്നത്. വിശ്വാസികളായ ആളുകൾക്ക് നേരമായിട്ടില്ലേ അല്ലാഹുവിലേക്ക് ഓർമ്മയെക്കാൻ, അല്ലാഹുവിനെ ഓർക്കാൻ വിശ്വാസികളായ ആളുകൾക്ക് സമയമായിട്ടില്ലേ എന്ന ആശയം ആഖ്യാനം വരുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമിന്റെ ആയത്തിന്റെ പൊന്നുമോടുമ്പോ സുബ്ഹാനല്ലാഹ്, പെട്ടെന്ന് ഞാൻ ഞെട്ടിയുണരുകയാണ്. പെട്ടെന്ന് ഞാൻ ഞെട്ടിയുണരുമ്പോ പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കിന്റെ മന്ത്രധ്വനികൾ കേൾക്കുക. ഹയ്യാലൽ സ്വലാഹ്, ഹയ്യാലൽ ഫലാഹ്, അസ്സലാത്തു ഖൈറുൻ മിനൻ നൗം,
വിശ്വാസികളോട് അല്ലാഹുവിന്റെ പള്ളി മിനാരങ്ങളിൽ നിന്ന് മനോഹരമായ ബാങ്കിന്റെ മന്ത്രതിരികൾ ഞാൻ കേൾക്കുകയാണ്. അസ്സലാത്തു ഖൈറും മിനന്നൗം. നിസ്കാരമാണ് നിങ്ങൾക്ക് ഖൈർ എന്ന് പറയുന്നത്. മൂടി പുതച്ചുറങ്ങിയിട്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് ഒരുപാട് അനുഗ്രഹം അല്ലാഹു തന്നിരിക്കെ അതെല്ലാം മറന്നുകൊണ്ട് അല്ലാഹുവിന്റെ ദുനിയാവിലെ സകലമായ അനുഗ്രഹങ്ങളും അനുഭവിച്ചുകൊണ്ട് മൂടി പുതച്ചുറങ്ങുന്നവരെ അല്ലാഹുവാണേ വിളിക്കുന്നത്. വിജയത്തിലേക്ക് കടന്നു വരൂ, വിജയത്തിലേക്ക് വരൂ. അസ്സലാത്തു ഖൈറും മിനന്നൗം. മൂടിപ്പുതച്ച് ഉറങ്ങുന്നതിനേക്കാൾ അല്ലാഹുവിലേക്ക് വരലാ നിങ്ങൾക്ക് നല്ലത് എന്ന അല്ലാഹുവിന്റെ വാക്യം കേട്ടപ്പോ വെട്ടിയുണരുകയാണ്. വെട്ടിയുണർന്നപ്പോ ഒരുപാട് ബാങ്ക് ഞാൻ കേട്ടിട്ടുണ്ട്, പക്ഷേ അതിനൊന്നും ഞാൻ ഉത്തരം കൊടുത്തിട്ടില്ല. ഒരുപാട് ബാങ്ക് കേട്ടപ്പോ ഞാൻ ഉത്തരം കൊടുക്കാതെ മൂടിപ്പുതച്ച് കിടന്നുറങ്ങിയവനാണ്. പക്ഷേ ഇന്നങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഭീകരമായ ഒരു സ്വപ്നമല്ലേ കണ്ടുപോയിട്ടുള്ളത്? പ്രിയപ്പെട്ട പൊന്നുമോ വാപ്പാ കള്ളു കുടിച്ച് നടക്കല്ലേ എന്ന് പറഞ്ഞപ്പോ വല്ലാത്ത മാനസികമായ ആഘാതമാ. അല്ലാഹുവിന്റെ മൈശറയുടെ ലോകത്ത് കോടാനകോടി മനുഷ്യന്മാർ 50,000 ലക്ഷവും കൊല്ലം നിൽക്കുന്നത് വല്ലാത്ത പ്രയാസമാണല്ലോ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, ആലോചിക്കേണ്ട സംഗതിയാ. ഈ പ്രവിശാലമായ ലോകത്ത് തന്നെ കോടാനകോടി കിലോമീറ്ററുകൾ പുറത്തുള്ള ആ സൂര്യന്റെ പ്രകാശ കിരണങ്ങള് അത് തന്നെ വല്ലാത്ത ചൂടുളവാക്കുന്ന സമയമാണല്ലോ. ഇങ്ങനത്തെ ചൂടനുഭവിക്കുമ്പോ ഫാനില്ലാതെ AC ഇല്ലാതെ നമ്മൾക്ക് ജീവിക്കാൻ നമ്മളെ പ്രവിശാലമായ വീട്ടിൽ പോലും സാധ്യമല്ല. അല്ലാഹുവിന്റെ മൈസറിന്റെ ലോകം എന്തെന്നറിയോ? മാനിക്കുന്ന ചെറുപ്പക്കാരൻ പറയാ, അല്ലാഹുവേ എന്തോരത്ഭുതമാണ്. കോടാനകോടി മനുഷ്യന്മാർ അല്ലാഹുവിന്റെ മുമ്പിൽ വന്നുകൊണ്ട് സകലമായ സംസാരങ്ങളും ചിന്തകളും എല്ലാം പറയുന്ന അല്ലാഹുവിന്റെ ആ മൈസറിന്റെ ലോകം എന്തോരത്ഭുതമാ. ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. സകലമായ കാഴ്ചകളും കേൾവിയും ചിന്തകളുമല്ലോ അല്ലാഹുവിന്റെ കോടതിയിൽ വന്നുകൊണ്ട് സമാധാനം പറയേണ്ട ആ ദിവസമാണല്ലോ ഇന്നലെ പാതിരാവിന്റെ സമയത്ത് ഞാൻ കിനാവിൽ കണ്ടത്. ഞാനിതാ പള്ളിയിലേക്ക് പോവുകയാണ്. ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് ഓടുകയാണ്. ഒരുപാട് തവണ ഈ ബാങ്കൊക്കെ കേട്ടിട്ടുണ്ട്, ഇന്നേ വരെ പോകാൻ പറ്റിയില്ല. ആദ്യമായിട്ട് പള്ളിയിലേക്ക് ചെല്ലുകയാണ്. പള്ളിയിലെത്തിയപ്പോ ആൾക്കാരൊക്കെ പറഞ്ഞു, അതെ എന്തിനാ പോന്നിരിക്കുന്നത്? രാത്രി എമ്പാടും കള്ളു കുടിച്ച് കിടന്നുറങ്ങിയതല്ലേ, ഈ പള്ളി മോശാക്കാനാണോ ഇങ്ങോട്ട് വന്നത് എന്ന് ആളുകളൊക്കെ പരിഹസിക്കുകയാണ്. ഒന്നും മനസ്സിലാക്കിയില്ല, ഒന്നും മൈൻഡാക്കിയില്ല. അദ്ദേഹം പറയാണ്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മാറ്റത്തിന്റെ കഥ പറയാണ്. ആളുകളൊക്കെ പറഞ്ഞു, മാലിക്കേ നിങ്ങൾ കള്ളു കുടിക്കുന്നയാളാണ്, എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഈ പള്ളി കൂടെ മോശമാക്കാനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്ന് പരിഹാസത്തോടെ ആൾക്കാർ പറഞ്ഞപ്പോൾ ഞാൻ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ പള്ളിയുടെ പിന്നാലെ മഅ്മൂമായിട്ട് വളരെ ശാന്തമായിട്ട് പോയി നിന്നു. ഇമാം മിഹ്റാബിലേക്ക് കയറി ഫാത്തിഹ ഓതുകയാണ്. അതിന് ശേഷം പള്ളിയിലെ ഇമാം സൂറത്ത് ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലം യഅ്മിനില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. വിശ്വാസം അല്ലാഹു കൊടുത്തുപോയ ആളുകൾക്ക് സമയമായിട്ടില്ലേ? അലം യഅ്മിനില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഈ ഖുർആന്റെ വാക്യമാണ് ഇമാം ഓതുന്നത്. മാലിക്കുന്നവർ ആലോചിച്ചു പോയ, റബ്ബേ ഇന്നലെ രാത്രി എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് താടി പിടിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ അതേ ആയത്ത്, താടി പിടിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോൾ എന്നോട് ഓതിത്തന്ന അതേ ആയത്താണല്ലോ പള്ളിയിൽ നിന്ന് ഇമാമ് മിഹ്റാബിൽ വെച്ചുകൊണ്ട് സൂറത്തായിട്ട് ഓതുന്നത്. ഇതെന്തോ ഒരു വിളിയാളമാണ്, എന്തത്ഭുതമാണ്! അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള എന്തോ ഒരു വിളിയാളമാണ്. ഞാൻ നന്മയിലേക്ക് വരികയാണ്. ഉസ്താദിനോട് പറഞ്ഞു, ഈ സ്വപ്നങ്ങളും കഥകളും ഒക്കെ പറഞ്ഞപ്പോ, തൂബൂ മോനെ തൂബൂ ഇലല്ലാഹ് തൗബതൻ നസൂഹാ,
അല്ലാഹുവിലേക്ക് തൗബ ചെയ്തേക്കണേ മോനെ എന്ന് ഉസ്താദ് അവറുകൾ പറഞ്ഞു. അന്ന് തൗബ ചെയ്തു. എന്റെ എല്ലാ പ്രവർത്തനങ്ങളും വേണ്ടെന്ന് വെച്ചു, എല്ലാം മാറ്റിവെച്ചു. കള്ളുകുടി എന്ന് പറയുന്ന എന്റെ ശീലം ഞാൻ വേണ്ടെന്ന് വെച്ചു. അല്ലാഹു പറയുന്ന പോലെ റബ്ബിന്റെ വഴിയമ്പലങ്ങളിലേക്ക്, അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അന്ന് വരാൻ ഞാൻ പ്രതിജ്ഞ എടുത്തു. അൽഹംദുലില്ലാഹ്. ആ ചെറുപ്പക്കാരനാണ് ലോകം കണ്ട ഏറ്റവും വലിയ മഹാനുഭാവനിൽ മഹാനായ മാലിക്കുദ്ദീൻ റളിയല്ലാഹു അൻഹു. എത്രയെത്ര അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എത്രയെത്ര മനോഹരമായ കറാമത്തുകൾ. ലോകത്ത് ഒരുപാട് സമൂഹത്തെ വിജ്ഞാനത്തിലേക്ക്, അല്ലാഹുവിന്റെ ദീനിലേക്ക് നയിക്കാനും ആളുകളെ ക്ഷണിക്കാനും ദഅവത്ത് നടത്താനും അല്ലാഹു ഭാഗ്യം കൊടുത്തത് 30 വയസ്സ് വരെ കള്ളു കുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നുവല്ലോ. ചെറുപ്പക്കാരൊന്നും പേടിക്കല്ലേ, ഒരുപാട് തെറ്റ് ചെയ്തു പോയി, ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഖൽബ് തളർന്നുകൊണ്ട് പതിരാവിന്റെ സമയത്ത് എഴുന്നേറ്റുകൊണ്ട്, ഭാര്യ അറിയാതെ, മക്കളറിയാതെ, ഉമ്മയറിയണ്ട, ആരും അറിയണ്ട, ഒറ്റക്ക് ഓരോരുത്തരും മുസല്ല വിരിച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് തൗബ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്കൊന്ന് പറഞ്ഞാൽ അല്ലാഹു സർവ്വതും പുറത്തു നൽകുന്നവനാണ്. അല്ലാഹു എല്ലാം പൊറുക്കുന്നവനാണ്, ഗഫൂർ റഹീമാണ്. അസ്സാ റബ്ബുക്കും അൻ യുകഫിറ അൻകും സയ്യിആത്. എല്ലാവിധ പാപങ്ങളും പൊറുക്കാൻ അല്ലാഹു റെഡിയായി നിൽക്കുകയാണ്, അല്ലാഹു കാത്തിരിക്കുകയാണ്. അല്ലാഹു കാത്തിരിക്കുന്നത് എന്തിനാണ്? റബ്ബുക്കും, നിങ്ങളുടെ രക്ഷിതാവ്, അൻ യുകഫിറ അൻകും സയ്യിആത്. സകലമായ പാപങ്ങളെയും പുറത്തു തരാൻ അല്ലാഹു റെഡിയായി നിൽക്കുകയാണ്, അടുത്തിരിക്കുകയാണ്. നമ്മളൊന്ന് തൗബ ചെയ്തേക്കണേ. പാതിരാവിന്റെ നേരത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഓരോ ചെറുപ്പക്കാരും അല്ലാഹുവിലേക്കൊന്ന് ദുആ ചെയ്താൽ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ മാഷാ അല്ലാഹ്, അല്ലാഹുക്ക് പുറത്തു തരുന്നവനാണ്. കുറെ നാളായിട്ട് സമൂഹത്തിന്റെ മുമ്പിൽ ആളുകൾ എന്നെ പരിഹസിക്കുകയാണ്. വെറുതെ ആ ഒരു കോംപ്ലക്സ് നമ്മൾ ഒഴിവാക്കണമെന്നാണ്. ഈ മാലിക് പള്ളിയിലേക്ക് ചെന്നപ്പോൾ ആളുകളൊക്കെ അകറ്റാൻ ശ്രമിച്ചു. കള്ളു കുടിച്ച് നടക്കുന്ന നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി. പക്ഷെ പതറിയില്ല. നമ്മളൊക്കെ നാട്ടിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴേക്കും നാട്ടുകാരെ മുഴുവൻ നമ്മുടെ അങ്ങോട്ട് ഇല്ലാതാക്കുന്ന പ്രവർത്തനം, അതൊന്നും ചെയ്തേക്കരുത്, ചെയ്യാൻ പാടില്ല എന്നാണ്. ഓന് റമദാൻ മാസം നോമ്പ് വെൽക്കും. റമദാൻ മാസം 30 ദിവസം പള്ളിയിലേക്ക് വരുമ്പോൾ ആളുകൾക്ക് പരിഹാസപൂർവ്വം അറിയും, നോമ്പ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഇതൊക്കെ കഴിഞ്ഞല്ലോ, നോമ്പ് കഴിഞ്ഞാൽ പിന്നെ എന്നെ പള്ളിയിലേക്ക് കാണില്ല, പറയാൻ പറ്റില്ല എന്നാണ്. കാരണം റമദാൻ മാസം നല്ല ചെയ്യണം, നന്മയല്ലേ, അള്ളാഹുവിന് പ്രതിഫലം കൊടുക്കട്ടെ. അല്ലാതെ ഒരാളൊരു നന്മ ചെയ്യാണെങ്കിൽ തീരെ നിസ്കരിക്കാത്ത, ഉദാഹരണത്തിന് നാട്ടിലെ ഒരു കള്ളുകുടിയൻ, ഒരു തനി കുടിയൻ, ഒരു ദിവസം പള്ളിയിൽ ഒരു വക്തിന്, ളുഹറിന്റെ വക്തിന് 1ാമത്തെ സഫിൽ കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്ത് പറയും? വല്ല കള്ളു കുടിച്ച് ലെവലില്ലാതെ കയറി ഒന്നാന്ന് പറയും. അത് പറയാൻ പറ്റില്ല എന്നാണ്. ഒരു നന്മവൻ ചെയ്യുകയാണെങ്കിൽ ചെയ്യട്ടെ, അള്ളാഹു ആർക്കാണ് പുറത്തു നൽകുക? അല്ലാഹുവിന്റെ റസൂൽ സഹാബികളോട് പറയുമായിരുന്നു, സഹാബാ, അവസാന നാളാകുമ്പോ, അത്ഭുതമാകുന്ന സംഭവങ്ങൾ നടക്കുന്ന കാലമാകുമ്പോ ഒരു സംഭവം നടക്കാനിരിക്കുകയാണ്. കാണുമ്പോൾ നമ്മൾ എന്തോ ഒരു പാപിയാണെന്ന് കരുതി പോകുന്ന ചെറുപ്പക്കാർ, കണ്ടാല് കള്ളുകുടിച്ച് നടക്കുന്ന, തോന്നിവാസം ചെയ്ത് ഇവനൊക്കെ അല്ലാഹുവിന്റെ നരകത്തിലേക്കാണെന്ന് വിശ്വസിച്ചു പോകുന്ന, കണ്ടാല് നമ്മൾ ഉറപ്പിച്ചു പോകുന്ന ചെറുപ്പക്കാർ, അവസാനം എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞുകൊണ്ട് നല്ല ഹൃദയമായിട്ട് അല്ലാഹുവിലേക്ക് പോകുന്ന കാഴ്ച അല്ലാഹുവിന്റെ റസൂൽ അവസാന നാളിലുണ്ടാകുമെന്ന് വേറെ ചില ആളുകൾ കാണുമ്പോൾ, റബ്ബേ, ഇവന് സ്വർഗത്തിലേക്കാണല്ലോ, എപ്പോഴും നിസ്കാരം, എപ്പോഴും ദിക്ർ, എപ്പോഴും നന്മ എല്ലാമുള്ള ചില ആളുകൾ അവസാനം എല്ലാം വേണ്ടെന്ന് വെച്ചുകൊണ്ട് എല്ലാവിധ പാപങ്ങളോടെയും കുഫ്രിയത്തുമായിട്ട് അല്ലാഹുവിലേക്ക് പോകുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഒരാളെയും നിങ്ങൾ കുറ്റം പറയാൻ നിൽക്കല്ലേ, ഒരാളോടും നിങ്ങൾ പകവെച്ചുകൊണ്ട് ഏതെങ്കിലും തെറ്റ് ചെയ്തെന്ന ചെറുപ്പക്കാരാണെങ്കിൽ, ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അവനെ സപ്പോർട്ട് ചെയ്യും, അല്ലാതെ അവനെ തളർത്തുന്ന വർത്തമാനം പറയല്ലേ. ഒരു നന്മയെങ്കിൽ നന്മ, അത് അല്ലാഹുവിന് ഇഷ്ടമാണല്ലോ. ആ നന്മയാണെങ്കിലോ അവന് അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് അല്ലാഹു സർവ്വതും പുറത്തു കൊടുത്തുകൊണ്ട് അല്ലാഹുവിന്റെ വഴിയിലേക്ക് വരാനുള്ള നിമിത്തമാകുന്നത്. എന്തിനാണ് നമ്മൾ ആളുകളെ കുറ്റം പറയുന്നത്? ഏതെങ്കിലും ഒരു നേരത്തെ പള്ളിയിലേക്ക് പോവാണെങ്കിൽ അവനെ നമ്മൾ എന്തിനാണ് നിരുത്സാഹപ്പെടുത്തുന്നത്? നാട്ടിലൊക്കെ ഉള്ളതാണ്, വാട്സപ്പിലൂടെ, മീഡിയകളിലൂടെ ആളുകൾക്കെതിരെ ഇങ്ങനത്തെ പറയുന്നത്. എന്തെങ്കിലും ഒരു നന്മ ചെയ്യുമ്പോ നിനക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എതിർക്കണ്ട, നീ ഉപകാരം ചെയ്യണ്ട, പക്ഷേ നീ ഉപദ്രവിക്കാൻ പോകല്ലേ. ആരെങ്കിലും നന്നാവുകയാണെങ്കിൽ നന്നാവട്ടെ, അല്ലാതെ
അറിയാതെ അവൻക്കെതിരെ എന്തെങ്കിലും ഫിത്നയും അതുപോലെ ഫസാദിന്റെയും വർത്തമാനം പറയല്ലേ. അല്ലാഹു നമ്മൾക്ക് ബോധം തരട്ടെ, അല്ലാഹു നമ്മൾക്ക് ബോധം തരട്ടെ. റിയാദ് ടൗണിൽ ഒരു ആക്സിഡന്റ് നടക്കുകയാണ്. 4 ചെറുപ്പക്കാർ ആക്സിഡന്റ് പറ്റി കിടക്കുകയാണ്. 3 പേരും തൽക്ഷണം മരിച്ചിട്ടുണ്ട്. 3 പേരും മരിച്ചിട്ടുണ്ട് റോഡ് സൈഡിൽ. ഒരു ചെറുപ്പക്കാരന് സ്വല്പം ജീവൻ ബാക്കിയുണ്ട്, സ്വല്പം ശ്വാസം ബാക്കിയുണ്ട്. അപ്പോ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അറബികളാണല്ലോ, അവരവനോട് പറഞ്ഞു 3 പേരുടെ കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല, അവർ മരിച്ചു പോയിട്ടുണ്ട്, എന്ത് ചെയ്യാൻ പറ്റും? ഈ 4ാമത്തെ ചെറുപ്പക്കാരൻ സ്വല്പം ശ്വാസമുള്ള ചെറുപ്പക്കാരനോട് പറഞ്ഞു, ആക്സിഡന്റ് പറ്റി രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന 4ാമത്തെ ചെറുപ്പക്കാരൻ സ്വല്പം ശ്വാസമുണ്ടെന്ന് മനസ്സിലാക്കി അവനോട് പറഞ്ഞു, മോനെ അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് എന്ന് പറയുമോനെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞേക്കണം. അവൻ പറയാണ് സഖർ. പോലീസ് ഉദ്യോഗസ്ഥ അത്ഭുതത്തോടെ വീണ്ടും പറഞ്ഞു, മോനെ ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് എന്ന് പറഞ്ഞേക്കണേ പൊന്നുമോനെ. വീണ്ടും അവൻ പറഞ്ഞു സഖർ. 3ാമതും പറഞ്ഞു ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവിന്റെ പരിശുദ്ധമായ കലാമെന്ന് പറയുമോനെ. അവൻ പറഞ്ഞു സഖർ. പോലീസുകാരൻ അത്ഭുതമായി. 3 വട്ടം പറഞ്ഞപ്പോൾ അവൻ സഖർ എന്നാണല്ലോ പറയുന്നത്. മാഹാദിഹി സഖർ, സഖർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൂടെയുള്ള പോലീസുകാരനോട് ചോദിച്ചു, സഖർ എന്ന് പറഞ്ഞാൽ എന്താ? അതൊന്ന് പറഞ്ഞു തരും, എന്താണ് സഖർ എന്ന് പറഞ്ഞാൽ? അത്യാവശ്യം ദീനീ ബോധമുള്ള പോലീസുകാരൻ പറഞ്ഞു കൊടുത്തു, മാ സലകകും ഫീ സഖർ. അല്ലാഹുവിന്റെ മഹ്ശറിന്റെ ലോകത്തുള്ള അല്ലാഹുവിന്റെ നരകങ്ങളിൽപ്പെട്ടൊരു നരകമാണല്ലോ, അല്ലാഹുവിന്റെ നരകങ്ങളിൽപ്പെട്ടൊരു നരകമാണ് സഖർ എന്ന് പറയുന്നത്. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ മാ സലകകും ഫീ സഖർ. അല്ലാഹുവിന്റെ മഹ്ശറിന്റെ ലോകത്ത് മാലാഖമാർ ചോദിക്കുന്ന സന്ദർഭം, സഖർ എന്ന് പറയുന്ന നരകത്തിൽ പെട്ടുപോയ, ഭാഗ്യമില്ലാതെ പോയ നിർഭാഗ്യശാലികളോട് അല്ലാഹുവിന്റെ മലക്കുകൾ, എന്തേ നിങ്ങൾ ഈ സഖർ എന്ന് പറയുന്ന നരകത്തിൽ പെട്ടുപോയി എന്ന് ചോദിക്കുന്ന നേരം അവർ പറയും, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കുന്ന ശീലമുണ്ടായിരുന്നില്ല, ഞങ്ങൾക്ക് നിസ്കരിക്കാനുള്ള ഭാഗ്യമുണ്ടായില്ല. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, നിസ്കരിക്കാറുണ്ടായിരുന്നില്ല. വലം നകു നുത്ഇമുൽ മിസ്കീൻ, പാവങ്ങളായ മിസ്കീനുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. വകുന്നാ നഖൂളു മഅൽ ഖായിദീൻ, ഒരുപാട് സമയം അല്ലാഹു തന്നിരിക്കെ ആ സമയം ഞങ്ങൾ ഉപയോഗപ്പെടുത്തിയത് അല്ലാഹുവിന് വിരുദ്ധമായ മാർഗത്തിൽ, കളി പറഞ്ഞുകൊണ്ട്, തമാശ പറയാൻ വേണ്ടി, നിഷ്ഫലമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമയം ഉപയോഗപ്പെടുത്തുന്നത്. അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ഉപയോഗപ്പെടുത്തി കളഞ്ഞു. ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ വലം നകു നുത്ഇമുൽ മിസ്കീൻ വകുന്നാ നഖൂളു മഅൽ ഖായിദീൻ. തെറ്റ് ചെയ്തവർക്കാണ് അല്ലാഹുവിന്റെ സഖർ എന്ന് പ്രബോധനം നടത്തുന്ന ദാഴിമാരും ഉസ്താദുമാരും എഴുതി വെച്ച അല്ലുള്ള സിഗരറ്റ് ഉണ്ടല്ലോ, പോക്കറ്റിലുള്ള സിഗരറ്റിന്റെ പാക്കറ്റ്, അതങ്ങ് വലിച്ചെറിഞ്ഞേക്ക്, അതെനിക്കിഷ്ടമല്ല. പഠിച്ചറപ്പേ, ഇന്നേ വരെ ഞാൻ ഇങ്ങനത്തെ ഒരു അനുഭവം കണ്ടില്ല. ഒരുപാട് നാളെ ഞാൻ ആംബുലൻസും സർവീസും ആയിട്ട് നടക്കുന്നുണ്ട്. രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ആരാണെങ്കിലും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറയുന്ന നേരം ഇയാൾ പറയുന്നത്, നിങ്ങളുടെ പോക്കറ്റിലുള്ള ആ സിഗരറ്റ് ഉണ്ടല്ലോ, അതെനിക്ക് ഇഷ്ടമല്ല, അത് വലിച്ചെറിഞ്ഞേക്കണം. ഞാൻ ഓടി എൻ്റെ കയ്യിലുള്ള പോക്കറ്റിലുള്ള സിഗരറ്റ് എടുത്ത് വലിച്ചെറിഞ്ഞു. 2ാമതും ചെന്നു, അദ്ദേഹത്തെ വാരി എടുക്കാൻ നോക്കണം, ബ്ലഡ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, ആയില്ല, നിങ്ങൾ ഉപകാരം ചെയ്യാനാണ് വന്നത്. അതെ, ഉപകാരം ചെയ്യാണ്, അൽഹംദുലില്ലാ. എന്നാലേ അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, മൻ സനഅ ഇലൈക്കും ഫകാഫിറൂ,
അല്ലാഹുവിന്റെ റസൂൽ പറയുമായിരുന്നു, നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ ആ നന്മക്കൊരു പകരം നിങ്ങൾ ചെയ്തേക്കണേ, ഒരു നന്മ നിങ്ങൾ പകരം കൊടുക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പാതിരാവിന്റെ സമയത്ത് എനിക്ക് വേണ്ടി ഉപകാരം ചെയ്യാൻ വന്ന നിങ്ങൾക്ക് സമ്മാനം തരാൻ എന്റെ കയ്യിലൊന്നുമില്ല, പകരം തരാൻ എന്റെ കയ്യിലൊന്നുമില്ല. പക്ഷേ ദീൻ എന്ന് പറഞ്ഞാൽ അത് സാരോപദേശമാണല്ലോ. ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം നൽകാം. ഞാൻ അത്ഭുതത്തോടെ നോക്കുകയാണ്. ഇന്നേ വരെ ഇങ്ങനത്തെ അനുഭവം എനിക്കുണ്ടായിട്ടില്ലല്ലോ. ഇയാള് പറഞ്ഞു ദീനെന്ന് പറഞ്ഞാൽ അത് സാരോപദേശമാണല്ലോ, അതുകൊണ്ട് ഞാനൊരു ഉപദേശം തരാം. ആലോചിച്ചു, ഇയാളിങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ബ്ലഡ് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആളാണ് അവിടെ റസൂലുള്ളാഹിന്റെ ഹദീസ് പറയുന്നത്. ദീനു അന്നസീഹ മൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ. അല്ലാഹുവിന്റെ റസൂല് എന്തെങ്കിലും ഒരു നന്മ ചെയ്താൽ പകരം ചെയ്തേക്കണേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി. സ്വലാത്ത് കുറഞ്ഞു പോകല്ലേ പരിശുദ്ധ റസൂലുള്ളാഹി. എല്ലാവരും ഒരു 3 സ്വലാത്തല്ലേ എല്ലാവരും ചെല്ലല്ലേ ഇൻഷാ അല്ലാഹ്. കുറെ സമയമായല്ലോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് വബാരിക് വസല്ലിം അലൈഹി. ഒന്നുകൂടെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ആക്സിഡന്റിനെ പറ്റി രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന നേരത്തെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറയുന്നുണ്ട്, മോനെ മൻ സനഅ ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ. ഈ ഹദീസ് പറഞ്ഞുകൊണ്ട് മോനെ ദീനു അന്നസീഹ, ദീൻ എന്ന് പറഞ്ഞാൽ അത് സാരോപദേശമാണ്. അതുകൊണ്ട് മോനെ, പ്രിയപ്പെട്ട കുഞ്ഞു മോനെ, അല്ലാഹുവിനെ പേടിക്കണം മോനെ. അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് റബ്ബിലേക്ക് വാ. നിന്റെ തെമ്മാടികളായ കൂട്ടുകാരെ വേണ്ടെന്ന് വെച്ച് തോന്നിവാസം ചെയ്യുന്നവരോട് യാത്ര പറഞ്ഞുകൊണ്ട് നന്മയുള്ള ആളുകളോട് കൂടിയിട്ട് അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരെ കൂട്ടുകാരാക്കിയിട്ട് തോന്നിവാസം ചെയ്യുന്ന നിന്റെ കൂട്ടുകാരെ വലിച്ചെറിഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് സൂക്ഷ്മതയോടെ കടന്നു വാ മോനെ എന്ന് ആക്സിഡന്റിനെ പറ്റി രക്തം വാർന്നുകൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരന് എന്നോട് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. മൂന്നാമതായി ഞാൻ ആ മനുഷ്യനെ കാറിന്റെ ഡോറിൽ നിന്ന് വാരിയെടുക്കാൻ നിൽക്കുമ്പോ ഞാൻ കേട്ടു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പിന്നെ ഞാൻ ആ കാറിന്റെ ഉള്ളിൽ നിന്ന് വലിച്ചെടുത്തത് മയ്യത്തിനെയാണ്. ഒരു ജനാസയാണ്. എന്തോ ഒരു നല്ല മരണം മരിക്കുന്ന നേരത്ത് പറയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറഞ്ഞു, ഒരു സാരോപദേശം നൽകി, അംറുൻ ബിൽ മഅറൂഫ് വനഹ്യുൻ അനിൽ മുൻകർ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ മനോഹരമായ ഹദീസും നന്മ ഉപദേശിച്ചുകൊണ്ടാണല്ലോ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ മരിച്ചുപോയത്. കലിമത്ത് തൗഹീദാണല്ലോ ഉച്ചരിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിലേക്ക് പോയിട്ടുണ്ട് ആ ചെറുപ്പക്കാരൻ. ഞാൻ വളരെ അത്ഭുതത്തോടെ ഒരുപാട് കള്ളുപിടിച്ച് ഭൂനിവാസം ചെയ്ത് അല്ലാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം വരുമ്പോ ഞാൻ അതിന് മൈൻഡ് ചെയ്തില്ല. ഒന്നും വേണ്ടെന്ന് വെച്ചുകൊണ്ട് കള്ളു പിടിച്ചുകൊണ്ടിരുന്ന ആ ചെറുപ്പക്കാരൻ ആംബുലൻസിൽ വെച്ചുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. ഹോസ്പിറ്റലിലെത്തിയപ്പോൾ അത്യാവശ്യം ദീനീ ബോധമുള്ള ആ ഡോക്ടറോട് കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടറോട് കാര്യം പറഞ്ഞപ്പോ ഡോക്ടർ പറഞ്ഞു, മോനെ നീ നന്നാകാനാണ് ആ ചെറുപ്പക്കാരൻ അല്ലാഹു കൊണ്ടുപോയത്. ഡോക്ടർ പറയാണ്, നീ നന്മയിലേക്ക് വരാനാണ് മറ്റേ ചെറുപ്പക്കാരൻ ഈ ചെറുപ്രായത്തിൽ അല്ലാഹു കൊണ്ടുപോയത്. നിനക്ക് ഒരു നന്മയിലേക്ക് വരാനുള്ള ഒരു നിമിത്തമാണ്. അതുകൊണ്ട് അവന് വേണ്ടി നീ പൊറുക്കലിനെ തേടണേ, അവന് വേണ്ടി പൊറുക്കലിനെ തേടണമെന്ന് പറയുകയാണ്. ആ ദിവസം തൗബ ചെയ്ത് ആ ചെറുപ്പക്കാരൻ ആംബുലൻസ് ഓടിക്കുന്ന. അപ്പോ അല്ലാഹുവിലേക്ക് മടങ്ങാനും അല്ലാഹുവിലേക്ക് സർവ്വതും സമർപ്പിക്കാനും ഇങ്ങനത്തെ ചില അനുഭവങ്ങൾ ചില ആളുകൾക്ക് അല്ലാഹു കൊടുക്കും. നേരത്തെ ആക്സിഡന്റിന് പറ്റി 4 പേര് മരിച്ചു, 3 പേരും തൽക്ഷണം മരിച്ചു, 4ാമത്തവൻ സക്കർ എന്ന് പറഞ്ഞു മരിച്ചു. ഒരനുഭവം അല്ലാഹു കൊടുത്തില്ല.
നമ്മൾ അങ്ങനത്തെ അനുഗ്രഹങ്ങളും അങ്ങനത്തെ ചാൻസ് വരാൻ കാത്തിരിക്കരുത്. നമുക്കുള്ള ചാൻസാണ് ഇതേപോലെയുള്ള വാലിന്റെ സദസ്സ്, ഉസ്താദുമാരോടൊക്കെ ഉള്ള സുഹബത്ത്, അതുപോലെയുള്ള എന്തെങ്കിലും ഒരു ചാൻസ്. മാലിക് എന്നവരുടെ പ്രിയപ്പെട്ട പൊന്നുമോള് മരിച്ചു, അന്ന് രാത്രി ഒരു സ്വപ്നം കണ്ടു, ആ സ്വപ്നമാണ്. എല്ലാവർക്കും അങ്ങനത്തെ ചാൻസ് കിട്ടിയെന്ന് വരില്ല അല്ലേ? ചില ആളുകൾക്ക് ഒരു വാലിന്റെ സദസ്സാകും, എല്ലാം അങ്ങ് മറന്ന് അള്ളാഹുവിലേക്ക് വരാൻ. പ്രിയപ്പെട്ട പൊന്നുമുമ്മിനെ എപ്പോഴാണ് അള്ളാഹുവിലേക്ക് പോകേണ്ടി വരിക എന്ന് പറയാൻ പറ്റില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച കാസർഗോഡ് ജില്ലയിലായിരുന്നു. കാസർഗോഡ് ജില്ലയിലേക്ക് പോയി തിരിച്ചു വരുന്ന നേരത്താണ് വാർത്ത കേൾക്കുന്നത്. എന്റെ കൂടെ പഠിക്കുന്ന, എന്റെ വലതുഭാഗത്തിരുന്നുകൊണ്ട് പഠിക്കുന്ന ഒരു റഹ്മാൻ, അവന്റെ ഉപ്പ മരിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞായറാഴ്ച അവിടെ കല്യാണം നടക്കേണ്ടതാണ്, 25-ാം തീയതി ദിവസം. ഇന്ന് ആ വീട്ടിൽ കല്യാണം നടക്കേണ്ടതാണ്. വെള്ളിയാഴ്ച ഞങ്ങൾ എല്ലാവരും അവിടെ സന്ദർശിച്ചു. മനോഹരമായ പന്തൽ, എല്ലാ സംവിധാനവും ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് ആ ദിവസം കല്യാണം. ഇന്നലെ രാത്രി ഞങ്ങളെ വളാഞ്ചേരി മർക്കസിലെ അവിടുത്തെ ടീം, ബുർദയുടെ ടീമിനെ ഒക്കെ സെറ്റ് ചെയ്ത് അവരൊക്കെ ബുക്ക് ചെയ്ത് ഒക്കെ ആക്കി. ഇരിക്കുമ്പോ ഒരുപാട് ചെറുപ്പക്കാർ വരികയാണ്. നൂറുൽ ഈമാൻ ഇസ്ലാമിക് ലൈബ്രറി പാവപ്പെട്ട രോഗികൾക്കുള്ള ചികിത്സാധന സഹായം. ഇത്രയും 5 പ്രൊജക്ടുകൾ നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ കൊണ്ട് ഇൻഷാ അല്ലാഹ് ചെയ്യണം. ലാഭമൊന്നുമില്ല, പക്ഷേ മുഖം വല്ലാതെ കറുത്ത് കരുവാടിച്ച് കോടിപ്പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ, നല്ല ഭംഗിയുള്ള ഒരു ചെറുപ്പക്കാരനായിരുന്നു മുമ്പേ, പക്ഷെ വന്നു നോക്കുമ്പോ മുഖം വല്ലാതെ കോടി, വല്ലാത്ത ഒരു അവസ്ഥയിലായി പോയിട്ടുണ്ട്. ചോദിച്ചു, മോനെ നിന്റെ മുഖത്തിന് അല്ലാഹുവിന് പൊരുത്തമില്ലാത്ത മാർഗത്തിലൂടെ ജീവിക്കും. അങ്ങനെ പറയാൻ തുടങ്ങുകയാണ് ആ സദസ്സിൽ. മോശമായിട്ട് ജീവിക്കുന്ന സമയത്താണ് നിങ്ങളുടെ നാട്ടിൽ പ്ലേഗ് എന്ന് പറയുന്ന അസുഖം വരുന്നത്. പ്ലേഗ് അസുഖം. ഒരുപാട് പേര് മരിച്ചു. നാട്ടിൽ ഭയങ്കര ദാരിദ്ര്യവും വിഷമവും സങ്കടവും ഭയങ്കര പ്രശ്നമായി. അപ്പോ ഞാൻ വിചാരിച്ചു, എന്റെ ജോലി പോയി, ഞങ്ങളുടെ വീട്ടിലും പട്ടിണിയായി. ഞാൻ വിചാരിച്ചു, ഒരുപാട് പേര് മരിച്ചു പോകുന്നതാണല്ലോ, എന്ത് ചെയ്യാം, നമ്മൾക്ക് ഖബർ കുഴിക്കുന്ന ജോലി അങ്ങ് ചെയ്തേക്കാന്ന് വിചാരിച്ചു. ഖബർ കുഴിക്കുന്ന ജോലി, കാരണം ഒരുപാട് പേര് മരിക്കുന്നതായതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്ത് കിട്ടും, മയ്യത്ത് കിട്ടും. അതുകൊണ്ട് ഹാപ്പി ആയിട്ട് ഖബർ കുഴിക്കുന്ന ജോലി ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോ പ്രശ്നമില്ല, ആ ദാരിദ്ര്യത്തിൽ നിന്നൊക്കെ കരകയറാമല്ലോ എന്ന് വിശ്വസിച്ചു. ഈ ചെറുപ്പക്കാരൻ അങ്ങനെ ഖബർ കുഴിക്കുന്ന ജോലി ഏർപ്പെടുകയാണ്. ഒരു കൂസലുമില്ലാതെ ഖബർ വയ്ക്കും. അങ്ങനെ ആളുകൾ മയ്യത്തുമായിട്ട് വരും, ഖബറടക്കും, പൈസ വാങ്ങും. അൽഹംദുലില്ലാഹ് ഹാപ്പി ആയിട്ട് ഇങ്ങനെ. പക്ഷെ അള്ളാഹുവിലേക്ക് മടങ്ങിയില്ല, അള്ളാഹുവിലേക്ക് വരാനുള്ള ഒരു ബോധം ഉണ്ടായില്ല. അങ്ങനെ നിൽക്കുന്ന നേരത്ത് ഒരു ദിവസം പാതിരാത്രി 2 മണിക്ക് ഖബർ വഹിച്ച് ആ ഖബറിന്റെ ചാരത്ത് ഇങ്ങനെ നിൽക്കണം. ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ് എങ്ങനെ അദ്ദേഹം മാറിയെന്ന്. രാത്രി 2 മണിക്ക് ഒരു കൂസലും ഇല്ല. ഞാൻ ഖബർ വഹിച്ചു, മയ്യത്ത് വരട്ടെ എന്ന് കാത്തുകൊണ്ട് ഖബറിന്റെ ചാരത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുമ്പോ ഒരു മയ്യത്ത് വന്നു. ഞാൻ അദ്ദേഹത്തെ ഖബറിലേക്ക് വെച്ചു, അടക്കം ചെയ്തു, പൈസയും വാങ്ങി. അവര് മടങ്ങിപ്പോയി. ഞാനൊരു ഉളുപ്പുമില്ലാതെ, ഒരു പ്രശ്നവും ഇല്ലാതെ, വളരെ അന്തസ്സിൽ ഹാപ്പിയോടെ ആ ഖബറിന്റെ ചാരത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഒരു കുഴപ്പമില്ല, നോ പ്രോബ്ലം. അള്ളാഹുവിലേക്കൊന്നും വന്നിട്ടില്ല, നമസ്കാരം ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ 2 ഭീകര സ്വരൂപികളായ പക്ഷികൾ കടന്നു വരികയാണ്. ഭീകര സ്വരൂപികളായ 2 പക്ഷികൾ. ഞാൻ ഇന്നേ വരെ അങ്ങനത്തെ ഒരു പക്ഷിയെ കണ്ടില്ല. 2 പക്ഷികൾ വരികയാണ്. 2 പക്ഷികളും ആ ഖബറിലേക്ക് ഇറങ്ങി. ഞാനിതൊക്കെ ഇങ്ങനെ കുറെ സമയമായി കാലമായി ഞാൻ മയ്യത്ത് ഖബർ തുളക്കുന്ന ജോലി ഏറ്റെടുത്തിട്ട്, പക്ഷെ ഇന്നേ വരെ ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ കണ്ടില്ലേ. ആദ്യമായിട്ടാണ് ഇത് ഞാൻ കാണുന്നത്. അപ്പൊ ഈ 2 പക്ഷികളും ഖബറിലേക്ക് ഇറങ്ങുന്നത് ഞാൻ നോക്കിക്കണ്ടു. ഞാൻ അതിന്റെ ചാരത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് ആർക്കും അട്ടഹസിക്കുന്ന ശബ്ദം കേൾക്കുകയാണ്. അല്ലാത്തൊരു ശബ്ദം. ഞാനിതിങ്ങനെ കാതോർത്തു. എന്ന് പറയുന്ന ശബ്ദമാണ് അതിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത്. അടിയുടെയും ഇടിയുടെയും ഒക്കെ ശബ്ദം. ഞാൻ അത്ഭുതത്തോടെ ഇങ്ങനെ നോക്കുകയാണ്. പഠിച്ചറപ്പേ. കുറച്ചു കഴിഞ്ഞപ്പോ 2 പക്ഷികളും പുറത്തേക്ക് ഇറങ്ങി. ഒരു പക്ഷി പറന്നുപോയി. 2ാമത്തെ പക്ഷി എന്നോട് പറഞ്ഞു, ഈ അനുഭവം ഒന്നും നീ കാണുന്നില്ലേ, ഈ സംഗതിയൊന്നും നീ അനുഭവിക്കുന്നില്ല, മനസ്സിലാകുന്നില്ലേ, എന്നിട്ടും എന്തേ നീ അള്ളാഹുവിലേക്കൊന്നും വരാത്തത്, എന്തേ നീ നിസ്കരിക്കാത്തത്, എന്തേ നിനക്ക് ബോധമില്ലാത്തത് എന്ന് 2ാമത്തെ പക്ഷി എന്നോട് ചോദിക്കുകയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. പടച്ചറബ്ബേ, ഇങ്ങനത്തെ ഒരു അനുഭവം ഞാൻ ആദ്യമായിട്ടാണല്ലോ. എന്തേ നീ മടങ്ങാത്തത്, എന്തേ നിന്റെ മനസ്സിൽ ബോധമില്ലാത്തത്, പക്ഷി ചോദിച്ചു.
അങ്ങനെ ഒരു പക്ഷി പറന്നുപോയി. രണ്ടാമത്തെ പക്ഷി പറക്കുമ്പോൾ അതിന്റെ ചിറക് കൊണ്ട് എന്റെ മുഖത്ത് മെല്ലെ ഒരു അടി തന്നു. ജസ്റ്റ് ഒരു സ്പർശനം, മെല്ലെ ഒരു അടി. ആ അടി കൊണ്ടുപോയാണ് വെളുവെളുത്ത് എന്റെ മുഖം ഇങ്ങനെ കറുത്തു കരുവാളിച്ച് ഇരുമ്പ് പോലെ കോടിപ്പോയത്. അങ്ങനെ ഞാൻ ഓടി വന്നതാണ് യൂസുഫ് എന്നവരുടെ സദസ്സിലേക്ക് തൗബ ചെയ്യാനെന്ന് ആ ചെറുപ്പക്കാരൻ പറയുന്നു. രണ്ട് പക്ഷികളിൽ ഒരു പക്ഷി വെറുതെ ഒരു സ്പർശന മുഖത്ത് നടത്തിയിട്ടേ ഉള്ളൂ. അതിന്റെ അനുഭവമാണ് വെളുവെളുത്ത മുഖം കറുത്തു കരിവാളിച്ചു പോകുന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. എന്നൊക്കെ പറയും, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. മാഷാ അല്ലാഹ്. ഉറക്കം വരുന്ന ആളുകൾക്കൊക്കെ 1.5 മണിക്കൂറായല്ലോ, ഒരു 3 സലാത്തോട് ചൊല്ലല്ലേ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. إن شاء الله. മൂന്ന് ചെറുപ്പക്കാരുടെ വേറൊരു സംഭവം പറയാനുണ്ട്. 3 ചെറുപ്പക്കാർ സിംഗപ്പൂരിലേക്ക് യാത്ര പോവുകയാണ്. സിംഗപ്പൂരിലേക്ക് അവർ പോകുന്നത് വ്യഭിചരിക്കാൻ വേണ്ടിയിട്ടാണ്, തോന്നിവാസം ചെയ്യാൻ. അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത മാർഗത്തിലൂടെ ജീവിക്കുന്ന, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പ്രവർത്തനം ചെയ്യാൻ താല്പര്യപ്പെടുന്ന 3 ചെറുപ്പക്കാരും സിംഗപ്പൂരിലേക്ക് പോകുന്നത് വ്യഭിചാരം ചെയ്യാൻ. എയർപോർട്ടിലെത്തി അഭിചാരിതമായിട്ടൊരു പ്രബോധകനെ, ദാഴിയെ കണ്ടുമുട്ടുകയാണ്. ഒരു പ്രബോധകനെ. അപ്പോ പ്രബോധകനുമായിട്ട് അവർ പരിചയത്തിലായി. ചോദിച്ചു, നിങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ സിംഗപ്പൂരിലേക്കാണ്. മാഷാ അല്ലാഹ്. സിംഗപ്പൂരിലേക്ക് എന്തിനാണ് നിങ്ങൾ പോകുന്നത്? അത് ഞങ്ങൾ അവിടെ പഠനാവശ്യാർത്ഥത്തിന് പോവുകയാണ്, പഠിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ അവർ തമ്മിൽ കുറെ നേരം സംസാരിച്ചപ്പോ ഈ ദാഴിക്ക് വല്ലാത്തൊരു ഒരു സംശയം, ഇവര് പഠനത്തിൽ തന്നെയാണോ അങ്ങോട്ട് പോകുന്നത്? അപ്പൊ ദായി അവരോട് പറഞ്ഞു, നിങ്ങൾ പഠനത്തിനാണല്ലേ പോകുന്നത്? അതെ, പഠനത്തിനാണ്. എന്നാൽ ഈ പോക്കിൽ നിങ്ങളെങ്ങാനും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, സിംഗപ്പൂരിലേക്ക് പോകുന്ന പോക്കിൽ നിങ്ങളെങ്ങാനും മരിച്ചു പോയാൽ അള്ളാഹുവിന്റെ മുമ്പിൽ നിങ്ങൾക്ക് അഭിമാനത്തോടെ നിൽക്കാൻ പറ്റുമോ? ഒറ്റ ചോദ്യം. ഈ പോക്കിൽ നിങ്ങളെങ്ങാനും മരിച്ചു പോയാൽ നിങ്ങൾക്ക് അള്ളാഹിന്റെ മുമ്പിൽ വളരെ റാഹത്തോടെ നിൽക്കാൻ പറ്റുമോ? കരയാൻ തുടങ്ങി. 3 ചെറുപ്പക്കാരും നിലവിളിക്കുകയാണ്. പൊട്ടി പൊട്ടി കരഞ്ഞു. ദാഴിയോട് ചോദിച്ചു, സിംഗപ്പൂരിലേക്ക് ഞങ്ങൾ പോകുന്നത് വ്യഭിചാരം ചെയ്യാനാണ്, എന്നതിന് വേണ്ടിയിട്ടില്ല. പഠന ആവശ്യത്വമെന്ന് വീട്ടിൽ പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വ്യഭിചാരമാണ്, അള്ളാഹുവിന് പൊരുത്തമില്ലാത്ത സംഗതിയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് പേടിപ്പെടുത്തുന്നു, ഞങ്ങൾക്ക് നന്മയിലേക്ക് വരണം, നന്മയിലേക്ക് ഞങ്ങൾക്ക് വരണം, ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണോ, നല്ലൊരു വഴി ഞങ്ങൾക്ക് പറഞ്ഞു തരുമോ എന്ന് ദാഴിയോട് 3 പേരും കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് നന്നാവണം. ഒരൊറ്റ ചോദ്യമാണ്, അള്ളാഹുവിലേക്ക് ഈ യാത്രയിൽ നിങ്ങൾക്ക് പോകേണ്ടി വന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? ഒരൊറ്റ ചോദ്യം കേട്ടപ്പോ കരഞ്ഞു കരഞ്ഞ് ആ 3 പേരും പറയുകയാണ്, ഞങ്ങൾക്ക് തൗബ ചെയ്യണം, നന്നാവണം, അള്ളാഹുവിലേക്ക് തിരിച്ചു നടക്കണം. എന്താണ് ചെയ്യേണ്ടത്? ദാഴി പറഞ്ഞു, നിങ്ങൾ മക്കയിലേക്ക്, അല്ലാഹുവിന്റെ ഹറമുകളിലേക്ക് പോകണം. അൽഹംദുലില്ലാഹ്, 3 ചെറുപ്പക്കാരും സിംഗപ്പൂരിലേക്കുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ ഹറമുകളിലേക്കുള്ള യാത്ര തയ്യാറെടുക്കുകയാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ മക്കയിലേക്കും മദീനയിലേക്കുമുള്ള ഫ്ലൈറ്റിന്റെ ടിക്കറ്റ് എടുത്തു 3 ചെറുപ്പക്കാർ. അങ്ങനെ അവർ ജിദ്ദയിൽ പോയി ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് മക്കയിലേക്ക് യാത്ര ചെയ്യുകയാണ് കാറിൽ.
3 ചെറുപ്പക്കാരും സിംഗപ്പൂരിലേക്ക് വ്യഭിചാരം ചെയ്യാനുള്ള വാശിയോടെ, തിന്മ ചെയ്യണമെന്നുള്ള പ്രതീക്ഷയോടെ, അല്ലാഹുവിനെ മറന്നുകൊണ്ട് ജീവിക്കണമെന്നുള്ള പ്രതീക്ഷയോടെ സിംഗപ്പൂരിലേക്ക് പോകാനുള്ള ആ താല്പര്യം വേണ്ടെന്ന് വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹറമിലേക്ക് പോകുമ്പോ ജിദ്ദയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് മക്കയിലേക്കുള്ള കാർ യാത്രയിലാണ് 3 ചെറുപ്പക്കാരും ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് അല്ലാഹുവിലേക്ക് ഒരേപോലെ യാത്ര പോകുന്നത്. 3 ചെറുപ്പക്കാരും അല്ലാഹുവിന്റെ ഹറമിലേക്കുള്ള യാത്രയിൽ, അല്ലാഹുവിലേക്കുള്ള യാത്രയിൽ എന്റെ മുഅ്മിനേ, സിംഗപ്പൂരിലേക്ക് വ്യഭിചാരം ചെയ്യാനുള്ള നല്ല പെണ്ണുങ്ങളെ കിട്ടുമല്ലോ, അല്ലാഹുവിന് പൊരുത്തമില്ലാതെ ഹറാമ് ചെയ്യാനുള്ള ആ യാത്രയിലാണ് അല്ലാഹുവിലേക്ക് പോകേണ്ടി വന്നതെങ്കിൽ ആ ചെറുപ്പക്കാരന് രക്ഷപ്പെടാൻ പറ്റുമോ? 3 പേർക്കും രക്ഷപ്പെടാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അല്ലാഹുവിന് വേണ്ടി തൗബ ചെയ്ത് റബ്ബേ എല്ലാ പാപങ്ങളും കഴുകിക്കളയാമെന്ന പ്രതീക്ഷയോടെ അല്ലാഹുവിലേക്ക് നടന്നെടുത്തു പോയ 3 ചെറുപ്പക്കാരും നല്ല മരണമാണ് അല്ലാഹു കൊടുത്തത്. അല്ലാഹു എപ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനത്തെ അനുഭവം തരിക എന്ന് പറയാൻ പറ്റില്ലല്ലോ. എപ്പോഴാണ് അല്ലാഹുവിലേക്ക് തിരിച്ചുവിളി, അല്ലാഹുവിലേക്ക് എപ്പോഴാണ് പോകേണ്ടത് ഒന്നും നമ്മുടെ കയ്യിലല്ല. അതുകൊണ്ട് പൊന്നാര മുഅ്മിനേ, ബുദ്ധിയുണ്ടെങ്കിൽ ചിന്തിച്ചുകൊണ്ട് ശാശ്വതമായ ഇൻഫിനിറ്റി ലൈഫ് അത് വേണ്ടെന്ന് വെച്ചുകൊണ്ട് ഈ നിസ്സാരമായ ഷോർട്ട് ലൈഫ് അതിനെ നമ്മൾ പ്രിഫർ ചെയ്യരുത്, അതിനെ തിരഞ്ഞെടുക്കേണ്ട. വളരെ ഇൻഫിനിറ്റി ആയിട്ടുള്ള അറ്റമില്ലാത്ത അല്ലാഹുവിന്റെ ലോകത്തിലേക്ക് പോകുമ്പോൾ വളരെ ഹാപ്പി ആകണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു നമ്മൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാടുകളിലൊക്കെ വളരെ അത്ഭുതപ്പെട്ടു പോകുന്ന, കണ്ണഞ്ചിപ്പിക്കുന്ന, മനസ്സ് നേറിപ്പോകുന്ന എത്രയെത്ര സംഭവങ്ങളാണ്. ഒരു സഹാബി അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്നുകൊണ്ട് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ബദറിന്റെ രണാങ്കണ ഭൂമികയിലൂടെ, ബദറിന്റെ മനോഹരമായ നടന്ന ഭൂമികയിലൂടെ ഞാൻ നടക്കുമ്പോ ഒരത്ഭുതപ്പെടുത്തുന്ന കാഴ്ച കണ്ടു നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ബദറിലൂടെ ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഒരു ഭീകരമായ കാഴ്ചയാണ് കാണുന്നത്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂല് പറയാ, എന്ത് കാഴ്ചയാണ് മോനെ നീ കണ്ടിരിക്കുന്നത്? ആ ചെറുപ്പക്കാരന് സഹാബി വര്യന് പറയുന്ന നബിയേ, ബദറിന്റെ ഭൂമിയിലേക്ക് ഞാൻ എത്തിയപ്പോ 2 ചെറുപ്പക്കാരെ ഞാൻ അവിടെ കണ്ടു നബിയേ. ഒരാള് മറ്റവനെ ഹാബറുകൊണ്ട് ചുറ്റിക കൊണ്ട് വലിയൊരു വടി കൊണ്ട് ഒരാള് മറ്റവനെ ഭൂമികയിലേക്ക് അടിച്ചു താത്തുകയാ, ഭൂമികയിലേക്ക് അടിച്ചു താത്തുകയാ. മാത്രമല്ല ഭൂമിയിലേക്ക് ആണ്ടുപോകുമ്പോ പെട്ടെന്ന് തന്നെ തിരിച്ചു പൊന്തി വരികയാണ്, വീണ്ടും അവനെ അടിക്കുകയാണ്, വീണ്ടും താങ്ങി പിന്നെയും പൊന്തി. അങ്ങനെ ഒരു മനുഷ്യൻ മറ്റവനെ വല്ലാതെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുകയാണ്. നബിയേ, അതാരാണ് നബിയേ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന സഹാബ, അതാരെന്നറിയോ സഹാബ? അതാണ് ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, അബൂ ജഹൽ ഇബ്നു ഹിശാം. അതാണ് ഫിർഔനായ ഈ സമുദായത്തിന്റെ ഫിർഔനായ അബൂ ജഹലാണ് സഹാബ. അബൂ ജഹലിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ് ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ദിവസം വരെ അബൂ ജഹലിന് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷയാണ് സഹാബ. കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്ന അത്ഭുതമാണ് ഇത്. പറഞ്ഞു വരുന്നത് ആരെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട സഹാബികളാണ്. കള്ളത്തരം പറയാത്ത, ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചു മഹാന്മാരായ സഹാബികൾ പറഞ്ഞു വരുമ്പോ, എന്റെ പ്രിയപ്പെട്ട പാറക്കടവിന്റെ മണ്ണിലേക്ക് വന്നിരിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ ദൃശ്യങ്ങളുടെ ലോകത്തേക്ക് യാത്ര പോകുമ്പോ മർഹബാ അഹ്ലൻ വസഹ്ലാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് സ്വീകരണം കിട്ടണമെങ്കിൽ ഈ സമയത്ത് തന്നെ റബ്ബിലേക്കുള്ള യാത്രക്ക് വേണ്ടി തയ്യാറെടുപ്പോ. അല്ലാഹുവേ തൗഫീഖ്
തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. രണ്ട് സംഭവങ്ങളോടെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട തങ്ങളെ, ഈ ചെറുപ്പക്കാരൻ ഇവിടെ വന്നുകൊണ്ട് 2-2.5 മണിക്കൂർ ബാഗ് പറഞ്ഞുകൊണ്ട് തിരിച്ചു പോയത് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകണമെന്നോ, നിങ്ങൾ ഈ സദസ്സിൽ വന്നിരിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടാകണമെന്നോ, ഇത് മനസ്സിലേക്ക് കേൾക്കണേ, ഇത് ഖൽബിലേക്ക് സൂക്ഷിക്കണേ. അല്ലാഹ് യാ ദൽ ജലാലേ, ആലങ്ങൾ കുടയോ നീയേ. അല്ലാഹ് വാഹിദേ യാ നൂറേ, ഈമാന്റെ വഴി കാട്ടണേ. ദിനമഞ്ചും തിരുമുമ്പിൽ സുജൂദികും ഹൃദയത്തിൽ വരം നൽകി തെളിവേകു റഹ്മായോനേ, വരം നൽകി തെളിവേകു റഹ്മായോനേ. അല്ലാഹ് യാ ദൽ ജലാലേ, ആലങ്ങൾ കുടയോ നീയേ. വാഹിദേ യാ നൂറേ, ഈമാന്റെ വഴി കാട്ടണേ. ദിക്ർ പൊങ്ങും നാളുകൾ എൻ ദിക്റിലുണരും സുബ്ഹികൾ, അടിമകൾ കുടയോനവൻ അഖിലും പടച്ചവനാണവൻ. അല്ലാഹ് അഹദേ യാ റഹീമല്ലാഹ്, അല്ലാഹ് അഹദേ യാ കരീമുല്ലാഹ്, അല്ലാഹ് യാ ദൽ ജലാലേ, ആനങ്ങൾ കുടയോ നീയേ. അല്ലാഹ് വാഹിദേ യാ നൂറേ, ഈമാന്റെ വഴി കാട്ടണേ. ദിനമഞ്ചും തിരുമുമ്പിൽ സുജൂദികും ഹൃദയത്തിൽ വരം നൽകി തെളിവേകു റഹ്മായോനേ, വരം നൽകി തെളിവേകു റഹ്മായോനേ, റഹ്മായോനേ. അല്ലാഹുവേ തൗഫീഖ് തരണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബിനകത്ത് ഈമാന്റെ ആവേശം നൽകണേ അല്ലാഹ്, ഈമാൻ തരണേ അല്ലാഹ്. കേരളത്തിലെ പാലക്കാട് ജില്ലയിൽ അടുത്ത കാലത്ത് സംഭവിച്ചു പോയ, കോട്ടയം ജില്ലയിലും അടുത്ത കാലത്ത് സംഭവിച്ചു പോയ 2 സംഭവങ്ങളോട് കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാഷണത്തിന്റെ മനോഹരമായ നഗരിയിൽ അവസാനത്തോടെ വെക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് വരട്ടെ, നമ്മുടെ ഖൽബിലേക്ക് കടന്നു വരട്ടെ. ഈമാന്റെ ആവേശത്തിന്റെ പ്രകാശത്തിന്റെ മുകളിൽ നമ്മുടെ മനസ്സിലേക്ക് വളരെ മനോഹരമായി കടന്നു വരാനുള്ള രാവാണെന്ന് പ്രിയപ്പെട്ടവരെ. മനോഹരമായി ശംസുൽ ഉലമ ഇസ്ലാമിക് സെന്റർ താനോക്കൂട്ടൂർ എന്ന് പറയുന്ന കോഴിക്കോട് ജില്ലയിലെ വിജ്ഞാനത്തിന്റെ മനോമുകുളങ്ങൾ പെയ്തിറങ്ങുന്ന ഈ മനോഹരമായ സംരംഭത്തിന്റെ ഒരു പ്രഭാഷണത്തിന്റെ വേദിയിൽ അവസാനത്തോടെ വെക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, ഉമ്മമാരെ, നമ്മുടെ മനസ്സിലേക്ക് എന്തെങ്കിലും നമ്മൾ കോർത്തു വെക്കാറുള്ളവർ അല്ലാഹു തരട്ടെ.
പാലക്കാട് ജില്ല എന്ന് പറഞ്ഞാൽ അടുത്ത പ്രദേശമല്ലേ? അവര് സംഭവിച്ചു പോയ സംഭവമാണ്. ഒരു ചെറുപ്പക്കാരൻ 10 കൊല്ലമായിട്ട് അവിടെ പള്ളിയിൽ കബറ് കുഴിക്കുന്ന ജോലിയാണ്. ഇതെന്തെങ്കിലും തമാശയല്ല. ആരെങ്കിലും പറഞ്ഞു തന്ന ഏതെങ്കിലും കഥാകൃതി എഴുതി വെച്ചിട്ടുള്ള വാറോലയുടെ കഥ ഞാനിവിടെ വിളമ്പുകയല്ല. ഇത് കണ്ണുകൊണ്ട് കണ്ടുപോയ കാഴ്ചയാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ പറഞ്ഞു വരുന്നത്. സാരമാക്കി തള്ളണ്ട ഉമ്മ. നാളെ ഗോതിലേക്ക് കടന്നു ചെല്ലുമ്പോ എന്താണ് മോളെ അവിടെ നമ്മൾക്ക് എടുത്തു കാണിക്കാറുള്ളത്? എന്താണ് ചെറുപ്പക്കാര് അവിടെ അല്ലാഹുവിന്റെ കൂടുതൽ കാണിക്കാറുള്ളത്? അതുകൊണ്ട് മോളെ, അതുകൊണ്ട് ഈ സദസ്സിൽ വെച്ചുകൊണ്ട് മാറ്റമുണ്ടാവട്ടെ. പാലക്കാട് ജില്ലയിൽ 10 കൊല്ലമായിട്ട് കബർ കുഴിക്കുന്ന ജോലിയുള്ളൊരു ചെറുപ്പക്കാരൻ ഒരു ദിവസം ഒരു മയ്യത്തിന് വേണ്ടി കബർ കുഴിക്കുകയാണ്. ഒരു മയ്യത്തിന് വേണ്ടി കബർ കുഴിക്കുമ്പോ അദ്ദേഹത്തിന്റെ ആയുധം എന്തോ ഒരു കല്ലിൽ തട്ടുകയാണ്. കൗതുകത്തിന് അവിടെ മാന്തി നോക്കുമ്പോ മനോഹരമായ അടിക്കബർ കാണുകയാണ്. അല്ലാഹുവേ, 10 കൊല്ലമായിട്ട് ഞാനിവിടെ ജോലി ചെയ്യുകയാണ്. ഈ സ്ഥലത്ത് ഞാൻ കബർ ഇന്നേവരെ കുടിച്ചിട്ടില്ലല്ലോ. ഇത് ഏതോ പുരാതന കാലത്തുള്ള കബറായിരിക്കുമല്ലോ. കൗതുകത്തിന് വേണ്ടി ജിജ്ഞാസയോടെ പ്രതീക്ഷയോടെ ആ മുഖഭാഗത്തുള്ള കല്ലങ്ങെടുത്ത് മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, മനോഹരമായൊരു വെള്ള കസമ്പണി കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ ചെറുപ്പക്കാരെ, പഠിക്കണേ. മനോഹരമായൊരു വെള്ള കസമ്പണി കണ്ടപ്പോ ഇന്നേവരെ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടില്ലല്ലോ. ഇന്നേവരെ ഇങ്ങനെയൊന്നും ഞാൻ കണ്ടില്ലല്ലോ. 10 കൊല്ലമായിട്ട് ഞാൻ കബർ കുഴിക്കാം. ഈ സ്ഥലത്ത് ഞാൻ കബർ കുഴിച്ചിട്ടില്ല. ഇതാരുടെ കബറാണ്, ഇതാരുടെ ജനാസയാണെന്നറിയാന് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന് ആ വെള്ള കസമ്പണിയുടെ മുഖഭാഗമൊന്ന് മാറ്റി നോക്കുമ്പോ, മുഖഭാഗത്തുള്ള വെള്ള തുണിയൊന്ന് മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, 14-ാം രാവിനേക്കാൾ പ്രശോഭിതമായ, 14-ാം രാവിനേക്കാൾ സൗന്ദര്യമുള്ള, ഇന്നേവരെ ഞാൻ കാണാത്ത, ഒരു കണ്ണും കാണാത്ത, ഇന്നേവരെ എന്റെ ജീവിതത്തിൽ ഞാൻ ദർശനം ചെയ്തു പോകാത്ത സൗന്ദര്യത്തിന്റെ മാതകത്തിടമ്പായ പാപപ്പെട്ട പെങ്ങള് പുഞ്ചിരിയോടെ കിടക്കുകയാണ്. അല്ലാ അല്ലാ, ഇങ്ങനത്തെ ഒരു അനുഭവം എനിക്കുണ്ടായിട്ടില്ലല്ലോ. ഒരുപാട് പെങ്ങന്മാരെ ഞാൻ കണ്ടതാ. ഇത്ര സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടില്ലല്ലോ. ഇതാരാണ് റബ്ബേ? 10 കൊല്ലം ഇവിടെ ഖബർ ഞാൻ കുഴിച്ചില്ല. ഏതോ കാലഘട്ടത്തിലുള്ള ഉമ്മയാണല്ലോ. സൗന്ദര്യത്തോടെ മാതകത്തിടുമ്പോ കണ്ടാലും കണ്ണു മഞ്ഞളിച്ചു പോകുമ്പോ, കൽബിൽ വല്ലാതെ ആവേശം കയറി പോകുമ്പോ സൗന്ദര്യമുള്ള ഒരു പെണ്ണുള്ള മുഖമാണല്ലോ ഞാൻ കാണുന്നത്. ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഖബറിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ പള്ളിയിലെ ഉസ്താദിനോട് പറയുന്നു, ആരാമെന്ന് പറഞ്ഞു തരൂ. ഉസ്താദിനും ആളെ മനസ്സിലായില്ല. ആ നാട്ടിലെ 80 വയസ്സുള്ള ഒരു വൃദ്ധമാതാവിനെ കടന്നു വരിക. 80 വയസ്സുള്ള ഒരു വൃദ്ധമാതാവിനോട് കടന്നു വരാൻ പറയുകയാണ്. 80 വയസ്സുള്ള വല്യമ്മ വന്നുകൊണ്ട് പറയാ, ആ മുഖമാവെന്ന് കണ്ടപ്പോ, ആ പ്രിയപ്പെട്ട ഖബറിനകത്ത് കിടക്കുന്ന മാതകത്തിടമ്പായ പെങ്ങളുടെ മുഖം കണ്ടപ്പോ ആ 80 വയസ്സുള്ള വല്യമ്മ കരയുകയാണ്. കരഞ്ഞു തോർന്നു പോവുകയാണ്. നേരം കഴിഞ്ഞപ്പോ ഉസ്താദ് ചോദിക്കുന്നു, അതാരാണുമ്മ? ആരുടെ മയ്യത്താണുമ്മ? ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ? വല്യമ്മ പറയാണ്. കരഞ്ഞുകൊണ്ട് വല്യമ്മ പറയാ, ഉസ്താദേ, 18 കൊല്ലം മുമ്പ് മരിച്ചു പോയൊരു പെങ്ങളുടെ മയ്യത്താ. 18 കൊല്ലം മുമ്പ് മരിച്ചു പോയൊരു പെങ്ങളുടെ മയ്യത്താ. സുബ്ഹാന റബ്ബി. ഉസ്താദ് കൗതുകത്തോടെ ചോദിക്കുകയാണെന്ന, എന്ത് നന്മയാണ് പെണ്ണോട് ചെയ്തത്? കേൾക്കണേ പ്രിയപ്പെട്ടവരെ, പാനക്കോട്ടൂർ വന്ന ഉമ്മ കേൾക്കണേ, എന്റെ ചെറുപ്പക്കാരെ കേൾക്കണേ. ഉസ്താദ് കൗതുകത്തോടെ വല്യമ്മയോട് ചോദിച്ചപ്പോ എന്ത് നന്മയാണ് ചെയ്തതെന്ന് ചോദിക്കുമ്പോ കരഞ്ഞുകൊണ്ട് ആ വല്യമ്മ പറഞ്ഞതെന്നറിയോ? ഈ കിടക്കുന്ന പ്രിയപ്പെട്ട പൊന്നുമോളുണ്ടല്ലോ, അനാഥയായിരുന്നു. ഉമ്മയില്ല, ഉപ്പയില്ല.
ആരുമില്ലാതെ ഒരു യതീംഖാനയിലായിരുന്നു വളർന്നത്. പ്ലസ് ടു കഴിഞ്ഞപ്പോ പള്ളി കമ്മിറ്റിക്കാർ ഒരുമിച്ച് കൂടി ആ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് ഒരു കല്യാണം ഒരുക്കുകയാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമോൾക്ക് കല്യാണം ഒരുക്കുന്നത് പള്ളിയിലെ കമ്മിറ്റിക്കാരാണ്, മഹല്ലിലെ ഭാരവാഹികളാണ്. 25,000 രൂപ സ്വരൂപിച്ചുകൊണ്ട് സ്വർണ്ണാഭരണം മേടിച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട പെങ്ങളെ, വാപ്പയില്ലാത്ത പെങ്ങളില്ലാത്ത ആ പ്രിയപ്പെട്ട പൊന്നുമോലെ കല്യാണം ചെയ്തു കൊടുക്കുകയാണ്. നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനോട് കല്യാണം കഴിച്ചു കൊടുക്കുകയാണ്. 3 മാസം കഴിഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചു പോവുകയാണ്. അല്ലാഹു പറഞ്ഞ പോലെ ശരീരത്തിന്റെ ഭംഗി ആളുകൾക്ക് കാണിച്ചു കൊടുക്കാത്ത ഇസ്ലാമികമായ ദേശം ഭരിച്ചുകൊണ്ട് നന്മയോടെ ജീവിച്ചപ്പോ പ്രിയപ്പെട്ട പെങ്ങളുടെ പ്രിയപ്പെട്ട ഭർത്താവ് 3 മാസം കഴിഞ്ഞപ്പോ അല്ലാഹുവിലേക്ക് മരിച്ചു പോവുകയാണ്. സങ്കടത്തിന്റെ അലമാലകളാണ്, സങ്കടമാണ്, പ്രയാസമാണ്, നൊമ്പരമാണ്. ആ പ്രിയപ്പെട്ട പൊന്നുപെങ്ങളുണ്ടല്ലോ 4 മാസവും 10 ദിവസവും ഇരിക്കണമല്ലോ. വളരെ അച്ചടക്കത്തോടെ നല്ല വേഷവിധാനങ്ങളോട് ചെറ്റക്കുടലിൽ അച്ചടക്കത്തോടെ ഇപ്പായിരിക്കുകയാണ്. ഇപ്പായിരിക്കുന്ന നേരത്താണ് ഒരു വെള്ളക്കടലാസ് എടുത്തുകൊണ്ട് ആ പ്രിയപ്പെട്ട പെങ്ങൾ എഴുതി വെക്കുന്നത് പള്ളി കമ്മിറ്റിക്കാരോടുള്ള ലെറ്ററാ. അല്ലാഹുവേ, എന്തോരം നല്ല പെങ്ങളെന്നറിയോ. വൃത്തമാതാവ് കരഞ്ഞുകൊണ്ട് പറയാ, ഉസ്താദേ, ആ വെള്ളക്കടലാസിൽ ആ പെങ്ങൾ എഴുതിയത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ നാമത്തിലാണ് എഴുതി വെക്കുന്നത്. പള്ളി കമ്മിറ്റിക്കാണ് കത്തെഴുതുന്നത്. ഞാനെങ്ങാനും മരിച്ചു പോയാ എന്റെ സകലമായ സമ്പത്തും അത് പള്ളിക്കാണ്. എന്റെ പേരിൽ 25,000 രൂപയുടെ സ്വർണ്ണാഭരണമാ. ആ 25,000 രൂപയുടെ സ്വർണ്ണാഭരണം ഞാൻ ഒരു പള്ളിക്ക് വേണ്ടി കൊടുക്കുകയാണ് എന്ന് എഴുതി വെച്ചുകൊണ്ട് 3 മാസം കഴിഞ്ഞ് ഭർത്താവ് മരിച്ചു പോയ പെങ്ങള് ഇപ്പൊ കഴിയുന്നതിന് മുമ്പ് ആ പെങ്ങളും മരിച്ചുപോയി. ആ പെങ്ങളുടെ മനോഹരമായ മയ്യത്താണ് സുന്ദരമായ മുഖഭാവത്തോടെ വളരെ മനോഹരമായ 14-ാം രാവിനേക്കാൾ ശോഭയോടെ കണ്ണാൽ കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന വളരെ മനോഹരമായി സ്വർഗത്തിന്റെ അനുഭൂതി അനുഭവിച്ചുകൊണ്ട് പുഞ്ചിരിയോടെ കിടന്നുറങ്ങുന്നതെങ്കിൽ 18 കൊല്ലമായിട്ടും ആ ജനാസക്കൊരു പോരലേറ്റില്ല. 18 കൊല്ലമായിട്ടും ആ പ്രിയപ്പെട്ട പെങ്ങളുടെ കഫൻ മെടിക്ക് പോലും ഒന്നുമായിട്ടില്ല. ഒരു മണ്ണ് പോലും സ്പർശനം ചെയ്യാത്ത, ഒരു മണ്ണ് പോലും, ഒരു പുഴു പോലും, ഒരു ജീവി പോലും കടന്നു ചെല്ലാത്ത സ്വർഗത്തിന്റെ തലവീരങ്ങമേ. ആ പാലക്കാട് ജില്ലയിലെ ആവേശത്തോടെ കിടന്നിറങ്ങുന്ന പെങ്ങളെ പോലെ എന്റെ പ്രിയപ്പെട്ട താനക്കോട്ടൂരുള്ള ഉമ്മ നിങ്ങൾക്കും സാധിക്കണ്ടേ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നിങ്ങൾക്കും അതിന് സാധിക്കണ്ടേ? അല്ലാഹുവേ, തൗഫീഖ് തരണേ അല്ലാഹ്, തൗഫീഖ് തരണേ അല്ലാഹ്. അതുപോലെ നമ്മൾക്കും സാധിക്കണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിൻ്റെ ഒപ്പം ചെയ്യാൻ പോവുകയാണ്. ഒരൊറ്റ സംഭവം കൂടെ ഉണ്ട്. അതിനിടയ്ക്ക് ഈ ഒരു പ്രോജക്റ്റിലേക്ക് കുറച്ച് സംഭാവനകൾ നിങ്ങൾ എല്ലാവരും അൽഹംദുലില്ലാഹ് പിരിവാണ്ടെന്ന് പറഞ്ഞു. സാധാരണ എവിടെ പോയാലും കാര്യമായിട്ട് പറയല് പണ്ഡിതന്മാരല്ല ഫണ്ടുണ്ടാക്കി തരണം എന്ന് പറയും. ഇവിടെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ പണ്ടൊക്കെ പണ്ഡിതന്മാർ, ഇപ്പോൾ ഫണ്ടിതന്മാരാണ്. അപ്പോൾ പിരിവാണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒക്കെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ്, എനിക്കാണെങ്കിൽ കോളേജിലേക്ക് പോവും വേണം. അപ്പോൾ ഒരു 10-15 മിനിറ്റ് കൂടെ കുഴപ്പമുണ്ടോ? ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ലല്ലോ. മാഷാ അല്ലാഹ്, ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതങ്ങ് വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഉറക്കം വന്നൊരു സലാത്ത് കൂടെ ചെല്ലല്ലേ? സലാത്ത് ചെല്ലാലൊക്കെ നഷ്ടം ഉണ്ടാവില്ല, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഒന്ന് ചെല്ലാട്ടെ. അല്ലാഹുമ്മ സല്ലി, ഒന്ന് ഉറക്കെ എല്ലാവരും മക്കളൊക്കെ. സല്ലി അലാ മുഹമ്മദ് وعلى آل سيدنا محمد وبارك وسلم عليه. اللهم صل على سيدنا محمد وعلى آل سيدنا محمد
وبارك وسلم عليه اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه കർണപുടങ്ങളിൽ പരിശുദ്ധ റസൂലിന്റെ മനോഹരമായ മദഹുകളാണ്. പരിശുദ്ധമായ റബീഇന്റെ വസന്തം നമ്മിലൂടെ കടന്നു പോകുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ മൊഴിയമ്പലങ്ങൾ ജീവിതത്തിലേക്ക് സ്പർശനം നടത്തണമെങ്കിൽ ഈ രാവങ്ങളെ ഹർഷപുളകിന്താനാകേണ്ടതാണ്. റബീഇന്റെ വസന്തം അതണഞ്ഞു പോകാതെ പാതിരാവ് 11 മണി നേരത്തെ ഖൽബിലേക്ക് അല്ലാഹുവിന്റെ റസൂലിന്റെ വർത്തമാനങ്ങൾ കേൾക്കാനുള്ള, ഹബീബിലേക്ക് യാത്ര ചെയ്യാനുള്ള, അല്ലാഹുവിന്റെ റസൂലിന്റെ മനോമുകുളങ്ങളായ ആശയങ്ങളിലേക്ക് ഹൃദയം കൊണ്ട് സ്പർശനം നടത്താനുള്ള ഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ആ പുണ്യപാദം പാദിഞ്ഞമന്തരി ആയില്ല, പുണ്യ ഹബീബിന്റെ ഗത്തെ നൂല് ഞാനായില്ല. പൂർണ്ണമീരാവിൽ ഞാൻ തേടുന്നു നാദാ, കിനാവിലെങ്കിലോ ഒന്ന് വരൂ തിങ്കളേ എൻ മാനസ പൂവേ. ഖൈറുൽ വറാ ത്വാഹ ഖൈറാം ഹബീബിയ, ഇവനങ്ങടയും ചാരെ തിരുനബിയേ എൻ മാനസ പൂവേ. നോവെല്ലാം പാടിടാം, വേദന തീർത്തിടാം, കിനാവിലെങ്കിലോ ഒന്ന് വരൂ തിങ്കളേ എൻ മാനസ പൂവേ. പൗർണമീരാവിൽ മദീന ഞാൻ നേരിൽ കണ്ടില്ല, പുണ്യ ഹബീബിനകത്തെ നൂല് ഞാനായില്ല. അല്ലാഹുവേ നിങ്ങളുടെ ഹബീബിന്റെ ചാരത്തുകൂടെ നടന്നുപോയ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വഫാത്താകാൻ കിടക്കുമ്പോൾ ആരോ ഓതുകയാണ്, ആരാണെന്നറിയുന്നില്ല. എത്ര മനോഹരമായ ഓത്ത്! ആരാണ് റബ്ബേ ഓതുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഹബീബിന്റെ ചാരത്തുകൂടെ നടന്നുപോയ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ആ വഫാത്തിന്റെ നേരത്താണ് സന്തോഷത്തോടെ വന്നോളൂ. യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സന്തോഷദായകമായ യാത്രയാണ്. മനസ്സ് തളർന്നു പോകുന്ന, കുടിലണിഞ്ഞു പോകുന്ന, മരിക്കാൻ കിടക്കുന്ന നേരത്ത് മലക്കുകളാണ് ഓതുന്നത് സന്തോഷത്തോടെ. വന്നോളൂ വന്നോളൂ, രാഗത്തോടെ വന്നോളൂ. നിങ്ങളെ അല്ലാഹുവിന് തൃപ്തിയാ, അല്ലാഹുവിന് നിങ്ങൾക്കും തൃപ്തിയാ. പരസ്പരം സമാധാനത്തോടെ, ശാന്തിയോടെ, സമാധാന സൗകുമാര്യത്തോടെ ആ ഖബറിന്റെ ലോകത്തേക്ക് വന്നോളൂ, അല്ലാഹുവിന്റെ ചാരത്തേക്ക് വന്നോളൂ.
എന്നുള്ള മനോഹരമായ മലയാളം അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമിന്റെ വർത്തമാനം അത് കേൾക്കുകയാണ്, അത് ഓതുന്നതാരാ? അതല്ലാഹുവിന്റെ മലക്കുകളാണ്, അതല്ലാഹുവിന്റെ മലക്കുകളാണ്. അത് കിട്ടണമെങ്കിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ് മുമ്പിനെ. അതുപോലെയുള്ള സന്തോഷത്തോടെ നമ്മുടെ എല്ലാ സംവിധാനങ്ങളും ഒരുമിച്ച് കൂടുന്ന നേരത്ത് എല്ലാ സാഹചര്യങ്ങളുമുണ്ട്, പ്രശ്നങ്ങളില്ല, സമാധാനത്തോടെ അല്ലാഹുവിലേക്ക് യാത്ര പോകണമെങ്കിൽ മുന്നിനെ പരിശുദ്ധ റസൂലിനെ സ്നേഹിക്കാൻ, അല്ലാഹുവിന്റെ റസൂലിനോട് മുഹബ്ബത്ത്, മഹാരാജാക്കൾ തന്നോട് ഹൃദയം നീറി ഒലിച്ച വിശേലിന്റെ വാരികളെ പ്രേമിക്കുന്നു ഞാൻ, വിശേലിന്റെ വാരികളെ പ്രേമിക്കുന്നു ഞാൻ. ഇഷ്കിൻ മഹാരാജാക്കൾ തന്നോട് ഹൃദയം നീറിയുതിർന്ന ഇശേലിന്റെ വാരികളെ പ്രേമിക്കുന്നു ഞാൻ, ഇശേലിന്റെ വാരികളെ സ്നേഹിക്കുന്നു ഞാൻ. ആ റസൂലിനെ നമ്മൾ സ്നേഹിക്കാൻ മുന്നോട്ട് വന്ന് എല്ലാ പാപങ്ങളും കൈകളഞ്ഞുകൊണ്ട് അല്ലാഹ് അല്ലാഹ് എന്ന മനോഹരമായ ചിന്തയോടെ എല്ലാ അസൂയയും വേണ്ട, കിബ്റ് വേണ്ട, തിൽക്കദ്ദാറുൽ ആഖിറ ജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഫിൽ അർളി വലാ ഫസാദാ. ഭൂമിയിലെ അഹങ്കാരത്തോടെ നടക്കില്ല, ഒരാൾക്കും ഫസാദ് ഞാൻ ചിന്തിക്കൂല. എന്റെ കൽബിലെല്ലാരോടും സ്നേഹമാ, എല്ലാരോടും സഹായ മനസ്കതയാ. അങ്ങനെ കറകളഞ്ഞ ഹൃദയത്തോടെ എല്ലാവിധ മനോമുകുടങ്ങളും ഹൃദയത്തിൽ അല്ലാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് പള്ളിക്ക് വേണ്ടി നന്മയുടെ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഞാൻ ഒന്നാം സഫിലാണ്, ദീനുമായിട്ട് ഞാൻ ഒന്നാമത്തെ സഫിലാണ്. എന്റെ സകല വൃത്തികേടും ഞാനിനി ചെയ്യൂല, സിനിമയുടെ മുന്നിലേക്ക് ഞാനിനി പോകൂല, സീരിയൽ എനിക്കിനി വേണ്ട, എനിക്കെന്റെ അല്ലാഹു മതി എന്ന മൂസ ഇബ്നു സുലൈമാനുൽ ഹാശിമി എന്ന ചെറുപ്പക്കാരന്റെ കഥ എന്റെ പ്രിയപ്പെട്ട ഉമ്മ നമ്മൾ കേട്ടുവല്ലോ. അതേപോലെ മാറ്റത്തിന്റെ മാറ്റലിലേക്ക് ഏത് നിമിഷമാണ് അല്ലാഹുവിന്റെ ജാനത്തിലേക്ക് പോകേണ്ടി വരിക എന്ന് പറയാനൊക്കില്ലല്ലോ. അതുകൊണ്ട് എല്ലാ കറകളും വേണ്ട എന്ന് വെച്ചുകൊണ്ട് സ്നേഹത്തോടെ റബ്ബിലേക്ക് പോകാനുള്ള ഭാഗ്യം അല്ലാഹുവേ ഞങ്ങൾക്ക് തരണേ അല്ലാഹുവേ. ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയല്ല, പുറത്തു തരണേ അല്ലാഹ്. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ. താലോല പാട്ടുകൾ പോലെ മറ്റൊരു പാട്ടുണ്ടോ, താരാട്ടാനുമ്മയെ പോലെ വേറൊരു കൂട്ടുണ്ടോ. ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്, ഉമ്മാന്റെ മടിത്തട്ട് സ്വർഗീയ പൂന്തട്ട്. സ്നേഹിക്കാവാണ് ഉമ്മ, സ്നേഹിക്കടലാണ് ഉമ്മാന്റെ കാലടിപ്പാതിലാണ് സുവർഗം ഓർത്തോളി. ഉദിമതിയാ മുത്ത് മുഹമ്മദിൻ പൂമൊഴിയുള്ളിലുറച്ചോളി. അമ്മിന്റെ പാലിൻ മധുരം എന്ന് മറക്കാമോ, ആയിരം പോറ്റുന്നവങ്ങൾ സ്വന്തം പെറ്റുമ്മയായിടുമോ. ഉമ്മാന്റെ കാലടിപ്പാതിലാണ് സുവർഗം ഓർത്തോളി. ആ പ്രിയപ്പെട്ട ഉമ്മമാർ ഒരുപാട് ഒരുമിച്ച് കൂടിയ സദസ്സാണല്ലോ. സ്വർഗൽ ജന്നത്തു തഹ്ത ഖദാമിൽ ഉമ്മഹാത്ത്, ഉമ്മാന്റെ കാൽപാദത്തിന്റെ ചുവട്ടിലാ. ഉമ്മാന്റെ
അല്ലാഹുവിന്റെ കാലിന്റെ ചുവട്ടിലുള്ള സ്വർഗ്ഗമിതാ സംഗമിച്ചിരിക്കുന്ന രാവാണ്. അൽ മജ്ലിസുൽ ഇൽമി റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന. അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞ മജ്ലിസ് അത് സ്വർഗ്ഗത്തിന്റെ മജ്ലിസാ. പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, രണ്ട് സ്വർഗ്ഗമാണ് നമ്മുടെ ഈ സദസ്സിൽ സംഗമിച്ചത്. അൽ ജന്നത്തു തഹ്താ ഖുദാമിൽ ഉമ്മഹാ. ആ ഉമ്മമാരും ഇൽമു പറഞ്ഞ സദസ്സും സ്വർഗ്ഗത്തിന്റെ മനോഹരമായ സദസ്സാണ്. ആ സദസ്സിൽ വെച്ചുകൊണ്ട് തൗബ ചെയ്യാൻ ചെറുപ്പക്കാരെ, പെങ്ങളെ കടന്നു വരണേ. അല്ലാഹ് അല്ലാഹ് കബൂലാക്കണേ നാഥാ, കബൂൽ ചെയ്യണേ അല്ലാഹ്. ഒരു 10 മിനിറ്റ് കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പോകാട്ടോ. ഇത്രയും ഇരുന്ന സ്ഥിതിക്ക് ദുആ കഴിഞ്ഞിട്ടേ പോകാൻ പറ്റും. ഈ സ്ഥലം അനുവദിച്ചു തന്ന കുടുംബത്തിന് വേണ്ടി ഇൻഷാ അല്ലാഹ് സംഭാവന നൽകിയ നാട്ടുകാർ, പ്രവാസികൾ, അതുപോലെ അസുഖമായി കിടക്കുന്ന അബ്ദുള്ള സാഹിബ്, കുഞ്ഞഹമ്മദ് ക, കോഞ്ഞാറ്റ്, കുഞ്ഞിമൂസ ഹാജി, അവരുടെ അസുഖത്തിന് വേണ്ടി, പിന്നെ വോളണ്ടിയേഴ്സ് സംഘാടകർ ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ശ്വാസം മുട്ടൽ ആഫിയത്തിന് വേണ്ടി ഒരു സ്ത്രീ സംഭാവന, വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ, ഈമാനോടുകൂടി മരിക്കാൻ, കുറേ സംഗതികളുണ്ട്. പരീക്ഷയിൽ വിജയം നേടാൻ, മകനെ കിട്ടാൻ വേണ്ടി, സ്വാലിഹായ ഇൻഷാ അല്ലാഹ് സ്വാലിഹായ ഭാര്യമാരെ കിട്ടാൻ, സ്വാലിഹായ ഭാര്യമാരെ 2 മക്കൾക്ക് ലഭിക്കാൻ. ഏതെങ്കിലും ഉപ്പ കൊടുത്തയച്ചതായിരിക്കും ഇൻഷാ അല്ലാഹ്. നല്ല ഭാര്യ അല്ലാഹു കൊടുക്കട്ടെ. സ്വാലിഹായി മരിക്കാനും കുടുംബത്തിൽ നിന്നും മരിച്ചവർക്ക് ദുആ ചെയ്യാനും, സുഖപ്രസവത്തിന് വേണ്ടി അല്ലാഹു സുഖപ്രസവം കൊടുക്കട്ടെ. മരിച്ചവർക്ക് വേണ്ടി, മക്കളുടെ നന്മയ്ക്ക് വേണ്ടി ദുആ ചെയ്യാൻ. SSLC എക്സാം എഴുതാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. ആ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ ഓക്കെ, ഇത്രയും പേർക്കൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പോവുകയാണ്. 2 മണിക്കൂർ കഴിഞ്ഞു നമ്മൾ പ്രസംഗം തുടങ്ങിയിട്ട്. അപ്പോൾ സംഭാവനയൊക്കെ അല്ലേ ഇൻഷാ അല്ലാഹ്. നിങ്ങൾ കമ്മിറ്റിക്കാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നല്ല സംഭാവനകൾ, സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇവരാവശ്യപ്പെടുമ്പോൾ ഇപ്പം നിങ്ങൾ പിരിപ്പിക്കേണ്ട എന്നാണ് പറഞ്ഞത്. അപ്പോൾ സൗകര്യപൂർവ്വം നല്ല സംഖ്യകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കണം. നല്ല പോലെ വളരെ റബ്ബിന് ഇഷ്ടമുള്ള ജീവിതം എല്ലാ ഉമ്മമാരും സഹോദരങ്ങളൊക്കെ ജീവിക്കാൻ ശ്രമിക്കണം. കുറേ വാല് കേട്ടതുകൊണ്ടോ ഇതൊക്കെ സംഘടിപ്പിച്ചതുകൊണ്ടോ ഒന്നും നമുക്കൊന്നും നേടാൻ പറ്റില്ല. നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക, ഞാൻ എത്രത്തോളം പെർഫെക്റ്റ് ആണ്, ഞാൻ എത്രത്തോളം ഓക്കെയാണ്. അല്ലാഹുവിന്റെ മുമ്പിൽ ഇപ്പം മരിച്ചു പോയാൽ ഇത്രമാത്രം ചിന്തിച്ചേക്കുക. ഇപ്പൊ ഞാൻ മരിച്ചു പോയാൽ അല്ലാഹു 10 കൊല്ലം ജീവിക്കും, 50 കൊല്ലം ജീവിക്കും, 90 കൊല്ലം ജീവിക്കുന്നു ഒരാളോടും പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ന് രാത്രി ഞാനങ്ങ് മരിച്ചു പോയാൽ നാളെ ഞാൻ മണ്ണിന്റെ ചോട്ടിലേക്കാണ് പോകുന്നത്. എനിക്ക് അവിടെ ഹാപ്പി ഉണ്ടാകുമോ? എനിക്ക് അവിടെ സന്തോഷം ഉണ്ടാകുമോ? ക്യൂടെക്സും അതുപോലെയുള്ള എല്ലാവിധ ക്രീമുകളും തേച്ച് ഭംഗിയോടെ നടക്കുന്ന നമ്മുടെ ഈ ശരീരം, നമ്മുടെ ഈ ജസദ്, നമ്മുടെ ഈ ബോഡി, അത് വളരെ ഹാപ്പി ആയിട്ട് അവിടെ കിടക്കാൻ പറ്റുമോ എന്ന് ഓരോരുത്തരും ചിന്തിച്ചേക്കുക. എന്നിട്ട് അല്ലാഹുവിലേക്ക് തോന്നിയത് സമയത്തൊക്കെ ഒന്ന് തൗബ ചെയ്ത് ഇൻഷാ അല്ലാഹ് എല്ലാ രാത്രി തന്നെ എല്ലാം ഇന്ന് രാത്രി കളഞ്ഞുകൊണ്ട് ഇത്രയും എന്ന് പറഞ്ഞു ഈ സംഘാടകരെ സംഘടിപ്പിച്ചവർക്കൊക്കെ പ്രതിഫലം അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരു 10 സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് പറയുകയാണ്. സല്ലല്ലാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വറബ്ബി
صل عليه وسلم أرحم الراحمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وعلى آله وصحابه وسلم. أرحم الرحمن الملك الجبار يا ربي ഈ പാതിരാവിന്റെ സമയത്തുള്ള ഞങ്ങളുടെ തൗബയുടെ ചിന്താമണ്ഡലവുമായി കൽബിനകത്തെ എല്ലാവിധ പാപങ്ങളും കഴുകിക്കളയാനുള്ള മോഹവുമായിട്ട് അല്ലാഹുവേ തൗബയാൽ നിന്റെ കയ്യിൽ നിന്റെ സമക്ഷത്തിലേക്ക് നീട്ടുകയാണ്. അല്ലാഹുവേ നീ തട്ടിക്കളയല്ലേ അല്ലാ, നീ സഹായത്തിന്റെ ഹസ്തം നീട്ടണേ അല്ലാ. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, ഞങ്ങളുടെ ഗുരുനാഥന്മാർ, അയൽപക്ക ബന്ധങ്ങളില് സൗഹൃദ ബന്ധങ്ങളില് ഞങ്ങളെ പിരിഞ്ഞുപോയ സഹോദരങ്ങള് സഹോദരിമാർ, അല്ലാഹുവേ അവരുടെ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാ. മനോഹരമായി ചുടുചുംബനം നൽകി വിട പറഞ്ഞു പോയ വാപ്പ, ഒരു സങ്കടമുണ്ടാകുമ്പോഴേക്ക് ഞങ്ങൾക്ക് വേണ്ടി കരഞ്ഞ ഉമ്മ, കരഞ്ഞുപോയ ഉമ്മ, ആ ഉമ്മാനെ മറക്കാന് പറ്റൂല അല്ലാ. പാതിരാവിന്റെ സമയത്ത് എത്രയെത്ര ഉറക്കമാണ് മാതാവ് ഉറക്കമൊഴിച്ചത്, എത്രയോ ഉറക്കമൊഴിച്ച ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ. ആ ഉമ്മാക്ക് ഒരുപാട് ടെൻഷനാണ് ഞങ്ങൾ കൊടുത്തത്. ആ ഉമ്മ ഒരുപാട് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ച കബൂലാക്കണേ അല്ലാ. ഒരുപാട് പേര് അവരിന്റെ അകത്ത് കിടക്കുന്നു റബ്ബേ, അവരെ നീ കബൂലാക്കണേ അല്ലാ, ഏറ്റെടുക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ പരിപാടിക്ക് വേണ്ടി ആരൊക്കെയാണോ സംഭാവന നൽകിയത്, അല്ലാഹുവേ പടച്ചവനെ ഭക്ഷണം തന്നവർ, പായസം തന്നവർ, വെള്ളം ഈ സ്ഥലം തന്നവർ, ഇതിനു വേണ്ടി സംഭാവന കൊടുത്തവർ, അല്ലാഹുവേ ഇതിനു വേണ്ടി ഓടി നടക്കുന്ന സംഘാടക സമിതിയിലെ സുഹൃത്തുക്കൾ എല്ലാവർക്കും ഇത് നല്ല ഒരു സ്വാലിഹായ അമലാക്കി നീ മാറ്റിക്കൊടുക്കണേ അല്ലാ.